ഉണ്ടായ സന്തോഷം ഉണ്ടാവില്ലേ? നല്ല കാശ് കിട്ടിയ സന്തോഷം ഉണ്ടാവില്ലേ? ഇതിൽ ഏതെങ്കിലും ഒന്ന് പറഞ്ഞ സന്തോഷം ഉണ്ടാവോ? അപ്പൊ ആരോഗ്യം വരുമാനം നല്ല രീതിയിലുണ്ടെങ്കിൽ സന്തോഷം ഉണ്ടാവും ഇല്ലേ? ബാക്കിയൊക്കെ തന്നെ വന്നില്ലേ? അപ്പൊ അത് കിട്ടാനായിട്ട് എന്ത് ചെയ്യണം? അത് കിട്ടാനുള്ള പ്രയത്നത്തില് നമ്മൾ പലപ്പോഴും പിന്നോട്ട് പോകുന്നത് എന്തുകൊണ്ടാണ് അല്ലെ? ഭൂരിഭാഗം ആളുകള് മുന്നിൽ ക്ലാസ് കേട്ടുള്ള ആളാണ്, ഭൂരിഭാഗം ആളുകൾ ഇത് ചെയ്തു തുടങ്ങിയ ആളുകളാണ്. പക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റാതിരിക്കാനുള്ള പല കാരണങ്ങളുണ്ട് ഇല്ലേ? നമ്മൾ തന്നെ ചില കാരണങ്ങൾക്ക് വിധേയമായിട്ടാണ് ചെയ്യാതിരിക്കുന്നത്. ആണോ? ഒരു കാരണമില്ലാത്ത ആളുകൾക്ക് എല്ലാം ബുദ്ധിമുട്ടാണ് അല്ലെ? ഇന്ന് ഉച്ചയ്ക്ക് പോയ ആളുകൾക്ക് കാരണങ്ങളില്ല, ഇന്ന് ഇടിയിരിക്കുന്ന ആളുകൾക്ക് കാരണങ്ങളില്ല ഇല്ലേ? ഇനി പോവാൻ നിൽക്കുന്ന ആളുകൾക്ക് കാരണങ്ങളില്ലേ? ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് കൂടി പോവാ അല്ല, ചില ആള് തിരിച്ചിരിക്കണില്ലേ? ആള് കൈ കൊടുത്തണ്ടാ തിരിച്ചിരിക്കണോ? 10 മിനിറ്റ് കഴിഞ്ഞിട്ട് പോവാ. തുടങ്ങുമ്പോഴേക്കും എങ്ങനെ പോവാ? തുടങ്ങിയിട്ട് പതുക്കെ ബാഗൊക്കെ ബാക്കിൽ പോകുന്നത് ബാഗിന്റെ നമ്മുടെ കൂടിയുണ്ട്. എനിക്ക് തോന്നുന്നു ഇതെന്താണ് ഇവിടെ ഇപ്പൊ ബാഗ് അവിടെ വെച്ചിട്ട് ഇവിടെ വന്നിരിക്കുക. കാരണം പതുക്കെ മൂത്രം ഒഴിക്കുന്നവർ പോയിട്ട് പോവാലോ. ഞാൻ പറയുന്നു അങ്ങനെ പോവാൻ നിൽക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഇപ്പൊ നോക്കും എങ്ങനെ പോയി ഇരിക്കുന്നു. ആരെ ബോധ്യപ്പെടുത്താനാ? ഇരിക്കുന്ന ആളുകള് 4:15 ക്ലോസിംഗ് അടക്കം 4:15 ഈ പ്രോഗ്രാം ക്ലോസ്. കാരണം മഴ പ്രമാണിച്ച് ഒരു 3 മണിക്കൂർ മുന്നേറുന്ന സാധാരണ 5 മണിക്ക് നിർത്താറുണ്ട്. പക്ഷെ അവസാനം പറഞ്ഞു മഴയൊക്കെ അല്ല, അതുകൊണ്ട് ചില മഴ സമയത്ത് ഒരു വീട് നഷ്ടമില്ലേ സ്കൂളിൽ ഇല്ലേ? മഴ ആകുമ്പോൾ നല്ല ഇഷ്ടമാണ്. കാരണം ബാഗൊക്കെ നേരത്തെ ഒരുക്കിച്ചിരിക്കും. കാരണം നേരത്തെ ബെല്ലടിക്കും. കൂട്ടമണി ആലോചിച്ചിട്ടാണ് ഇരിക്കുന്നത്. ചില ആളുകൾ ഇവിടെ കൂട്ടമണി എപ്പോഴും അടിക്കാന്ന് വെച്ചിട്ടിരിക്കുന്നത്. ഞാൻ പറയുന്നു കൂട്ടമണി അടിക്കാൻ എപ്പോഴാണെന്നല്ല നോക്കേണ്ടത്. ഈ കൂട്ടമണി അടിക്കുന്നതിന് മുന്നേ ഇവിടെ പറയുന്ന കാര്യങ്ങൾ എനിക്കും എൻ്റെ കുടുംബത്തിനും ഗുണമായിട്ട് മാറ്റേണ്ടത് എന്തൊക്കെയാണ് അതാണ്. അത് ശ്രദ്ധിക്കുന്നവർക്കാണ് ആർക്കെങ്കിലും മുന്നേറാൻ പറ്റും. ചില ആളുകൾ എന്നോട് പറഞ്ഞു ഞാൻ പോവാണ്, ഉച്ചയ്ക്ക് ആക്ഷൻ പ്ലാൻ അല്ലേ പറയുന്നത്. അതെനിക്കറിയാം. എന്താണ് ആക്ഷൻ പ്ലാൻ? വീട്ടിലേക്ക് ഉപയോഗിക്കാം, ആളുകളെ പരിചയപ്പെടാം. ബലൂൺ വരെ കൈയടിച്ചു. വീട്ടിലേക്ക് ഉപയോഗിക്കാം, മീറ്റിംഗ് എത്ര കാട്ടതാ. അതന്നെയല്ലേ ഇപ്പൊ ഉച്ചയ്ക്ക് പറയാൻ പോകുന്നത്. ഞാൻ പറയുന്നു അതല്ല പറയാൻ പോകുന്നത്, അതല്ല പറയാൻ പോകുന്നത്. അത് പറയും, അത് ചെയ്യാതെ നമുക്ക് റിസൾട്ട് കിട്ടില്ല. പറയുന്നതിന് മുന്നേ ആസിമിന്റെ ആക്ഷൻ ചെയ്യുന്നതിന് മുന്നേ നമ്മളെ ആക്ഷനിലേക്ക് വരാതിരിക്കാൻ നമ്മളെ തന്നെ പിൻവലിക്കുന്ന കുറച്ച് പോയിന്റുകളുണ്ട്. ആ പോയിന്റ് അറിഞ്ഞാൽ നമ്മൾക്ക് പവറായിട്ട് ആസിം ചെയ്യാൻ പറ്റും. അത് കേൾക്കണം, അത് കേൾക്കണം. അല്ല, നമ്മളെ പിന്നീന്ന് വലിക്കുന്ന ചില ബുദ്ധിമുട്ടുകളുണ്ട്, ചില വ്യക്തികളുണ്ട്, അവനവൻ തന്നെ ചില ചിന്തകളുണ്ട്. അതിനെ മറികടക്കുന്നവർക്കാണ് ആസിമിൽ ജയിക്കാൻ പറ്റുന്നത്. ഇപ്പൊ തോന്നിയില്ലേ? ഇപ്പൊ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് പോവാന്ന് വിചാരിക്കുന്ന ആളുകൾ ഞാൻ കേട്ടിട്ട് പോകും. ആളിരുന്നു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് പോവാന്നാളെ ഇങ്ങനെയാണെങ്കിൽ ഞാൻ കേട്ടിട്ട് പോകണോ? ആക്ഷനുകളെ കുത്താൻ പറഞ്ഞു. ഇന്ന് വരെ ഒന്നും ചെയ്തിട്ടില്ല. ഇനിയിപ്പോ ഞാൻ ഇതിന് കേൾക്കണം. സുഹൃത്തുക്കളെ, ഇതിനൊക്കെ ഒരു വ്യക്തി, ഒരു സാധാരണ ഒരു വ്യക്തി അസാധാരണക്കാരനായിട്ട് മാറണമെങ്കിൽ പല പ്രതിസന്ധി ഘട്ടങ്ങളും തരണം ചെയ്യണം. പല ആളുകളും പറയുന്നൊരു കാര്യം, എനിക്ക് പശു ഉണ്ട്, അത് കാരണം എനിക്ക് വേണ്ടത്തെ രീതി ചെയ്യാൻ പറ്റില്ല. എന്തിനാ പശുവിനെ വളർത്തുന്നത്? പശുവിനെ വളർത്തുന്നത് പാല് കിട്ടാം, ചാണം കിട്ടാം, എന്തെങ്കിലും നേട്ടത്തിന് വേണ്ടിയിട്ടല്ലേ പശുവിനെ വളർത്തുന്നത്. ഒരു പണിയിലാണ് പശുവിനെ വളർത്തുന്നത് ആരെങ്കിലും അല്ല, എന്തെങ്കിലും നേട്ടത്തിനാണ് എല്ലാം ചെയ്യുന്നത്. അപ്പോ ആ കാര്യം ചെയ്തിട്ട് നമുക്ക് സമയം കണ്ടെത്തി അതിന്റെ കൂടെ ആർസം ചെയ്യുകയാണെങ്കിൽ ആ കാര്യത്തിനൊരു നേട്ടം ആർസത്തിൽ കിട്ടുകയാണെങ്കിലോ അത് നമുക്ക് ചെയ്യാം. അപ്പൊ ഭൂരിഭാഗം ആളുകൾ എന്തെങ്കിലും സമൂഹത്തിൽ ചെയ്യുന്നത് നേട്ടങ്ങളെ മുൻനിർത്തിയിട്ടാണ്, അല്ലാതെ ചെയ്യുന്ന ആളുകളുടെ എണ്ണം കുറവാണ്. അപ്പൊ അതുകൊണ്ട് ആർസം ചെയ്യണമെങ്കിൽ നേട്ടങ്ങളെ മുൻനിർത്തുമ്പോൾ ആ നേട്ടങ്ങളിലേക്ക് എത്തിപ്പെടാൻ നമ്മളില് പല ആളുകൾക്കും പല പ്രശ്നങ്ങളാണ് പറയുന്നത് അല്ലെ? ചില ആള് പറയും ആളുകളൊന്നും പറഞ്ഞിട്ട് കേൾക്കുന്നില്ല ഇല്ലേ? പറയാറില്ലേ? ഞാൻ കുറെ ആളുകൾ വിളിച്ചു, ആരും വന്നില്ല. കുറെ ആളുകളെ വിളിച്ചു, ആരും വന്നില്ല. എന്താ കാരണം?
ഒന്നില്ലെങ്കിൽ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവണം, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യം അവർക്ക് മനസ്സിലാവണം. രണ്ടും ശരിയല്ലേ? രണ്ടും ശരിയല്ലേ? രണ്ടും ശരിയാണ്. പക്ഷെ നമ്മൾക്ക് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കുക. അതിന് അവര് വന്നില്ലെങ്കിലും നമ്മൾ വരണം. അവര് ആർക്കും ചെയ്തില്ലെങ്കിലും നമ്മൾ ചെയ്ത് കാണിക്കണം. അവര് വന്നില്ലെങ്കിൽ നമ്മൾ വന്നാൽ എന്താ ഗുണം? അവര് നാളെ വരാനിരിക്കുന്ന സമയത്ത് നമുക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ പറ്റും. അവര് വന്നില്ലേ, നമ്മളും വന്നില്ലെങ്കിലോ? അവര് മനസ്സിലാക്കില്ല, നമ്മൾ മനസ്സിലാക്കില്ല. അപ്പോൾ ഇന്ന് നിങ്ങൾ കൂടെ വന്നിരിക്കുന്നത് നിങ്ങളുടെ കൂടെ വിളിച്ച എല്ലാവരും വന്നിട്ടാവണമെന്നില്ല. പക്ഷെ നിങ്ങൾക്ക് പഠിക്കാനാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും ഇല്ലേ? അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഒരു കൈയടി പഠിക്കാൻ പറ്റുമോ? ഓക്കെ, ഇന്ന് പറയാൻ പോകുന്ന ഒരു കാര്യം, ആസിമില് നമ്മൾ ആലോചിക്കണം. വേറെ യു, അതായത് നിങ്ങൾ, അതായത് അല്ലെങ്കിൽ ഞാൻ എന്ന് പറയുമ്പോൾ ഓരോരുത്തരും ഓരോരുത്തരും. നിങ്ങൾ എവിടെയാണ്? നിങ്ങൾ എവിടെയാണെന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ പറയുന്നത് ഞാൻ പുല്ലൂറ്റാണ്. അതെല്ലാവർക്കും അറിയാം. അതല്ല ഞാൻ ചോദിച്ചേ, നിങ്ങൾ ആരോഗ്യത്തിന്റെ കാര്യത്തില് നിങ്ങളും നിങ്ങളുടെ കുടുംബവും എവിടെയാണ്? നിങ്ങൾക്കറിയാവുന്ന പോലെ വേറൊരു കുഞ്ഞിക്കും അറിയില്ല. സാമ്പത്തികത്തിന്റെ കാര്യത്തില് നിങ്ങൾ എവിടെയാണ്? നിങ്ങളുടെ ബാങ്ക് ബാലൻസ് നിങ്ങൾക്കറിയാവുന്ന പോലെ ആർക്കും അറിയില്ല. ശരിയാണോ? നിങ്ങളുടെ കുടുംബത്തിന്റെ സാമ്പത്തിക ചെലവ് നിങ്ങൾക്കറിയുന്ന പോലെ ഒരാൾക്ക് അറിയില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിൽ വരുന്ന വരുമാനം നിങ്ങൾക്കറിയുന്ന പോലെ ആർക്കും അറിയില്ല. അതുകൊണ്ട് ഞാൻ ഈ നിൽക്കുന്ന രീതിയിൽ ഇതുവരെയുള്ള എൻ്റെ ജീവിതത്തിൽ എൻ്റെ കുടുംബത്തിൻ്റെ സാമ്പത്തികപരമായിട്ടും ആരോഗ്യപരമായിട്ടും എൻ്റെ കുടുംബത്തിൻ്റെ സന്തോഷപരമായിട്ടും എൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥ എവിടെയാണ്? അടുത്തിരിക്കുന്ന ആളോട് പറയണം. നിങ്ങളോട് ഞാൻ ചോദിക്കുന്നില്ല. സ്വയം ചിന്തിക്കാലോ, സ്വയം വിലയിരുത്താലോ, സ്വയം മാർക്കിടാലോ. അറിയാലോ? ചിന്തിച്ചില്ല എല്ലാവരും. ഇനി ചിന്തിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നു, അവർ ചിന്തിക്കാതിരിക്കാൻ നല്ലത്. കാരണം എന്താണ്? ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു കുന്തമില്ല, ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു അന്തമില്ല, ചിന്തിച്ചില്ലെങ്കിൽ ഒരു കുന്തമില്ല. ചില ആളുകളുണ്ട്, കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി, ഇല്ലേ? അങ്ങനത്തെ ആളുകളില്ലേ? ഒരു ഇന്ത്യക്കാരനും ചൈനക്കാരനും ഒരു അമേരിക്കക്കാരനും കൂടി ചായ കുടിക്കാൻ പോയി ഒരു ഹോട്ടലിൽ ചായ കുടിക്കാൻ പോയി കഴിയുമ്പോ ആദ്യം അമേരിക്കക്കാരന്റെ ചായ കുടി കഴിഞ്ഞു. അപ്പോ ഇത് മേശയാണ് കേട്ടാ, ഇത് മേശ. അതിന്റെ അപ്പുറത്ത് നിന്ന് ചായ കുടിക്കുക. ഒരു അമേരിക്ക, ചൈന, ഇന്ത്യ, അങ്ങനെ മൂന്നാള് ചായ കുടിക്കാൻ പോയി. ചായ കുടി നല്ല ഒരു ചായ ഓർഡർ ചെയ്തു. ചായ ആദ്യം അമേരിക്കക്കാരന് ചായ കുടി കഴിഞ്ഞു. അപ്പൊ അമേരിക്കക്കാരൻ എന്ത് ചെയ്തു? ഈ ചായ ഗ്ലാസ് ഇങ്ങനെ കമത്തി ആ ടേബിളിൽ വെച്ചു. ഈ കമത്തി വെച്ചപ്പോ ചൈനക്കാരന് നോക്കി, ഇന്ത്യക്കാരന് നോക്കി, ഇയാള് കമത്തി വെച്ചത് എന്താണ് ഒരു കാര്യം ഉണ്ടാവും. കുറച്ചേരം കഴിഞ്ഞപ്പോൾ ചൈനക്കാരൻ എന്ത് ചെയ്തു? ചൈനക്കാരൻ ചായ കപ്പ് നീർത്തി വെച്ചു. ഇത് ഇന്ത്യക്കാരൻ നോക്കി, അമേരിക്കാരനും നോക്കി. അമേരിക്കാരൻ വെച്ചത് ചൈനക്കാരനും ഇന്ത്യക്കാരനും നോക്കി. ഒന്നും ചോദിച്ചില്ലേ പരസ്പരം. കുറച്ചേരം കഴിഞ്ഞപ്പോൾ ലാസ്റ്റാണ് ഇന്ത്യക്കാരന്റെ ചായ കുടി കഴിഞ്ഞത്. ഇന്ത്യക്കാരന്റെ ചായ കുടി കഴിഞ്ഞപ്പോൾ ഇന്ത്യക്കാരൻ എന്ത് ചെയ്തു? അവൻ എല്ലാവരും ചെയ്യുന്നത് ചെയ്യോ? എന്തെങ്കിലും വ്യത്യസ്തമായിരിക്കും. ആള് നോക്കിയപ്പോ കേട്ടിരിക്കും. എന്നിട്ട് പുലിവാല ഒരുത്തൻ നിർത്തി കമത്തി വെച്ചിരിക്കുന്നു, ഒരുത്തൻ നിർത്തി വെച്ചിരിക്കുന്നു, ഒരുത്തൻ ചരിച്ചിട്ടിരിക്കുന്നു. ഇത് രണ്ടും മനസ്സിലായി. ഇത് എന്നിട്ട് പുലിവാല. അപ്പൊ പരസ്പരം ചോദിച്ചു, അല്ല അമേരിക്കാരൻ ചോദിച്ചു, നീ എന്ത് എടുത്തിട്ടിരിക്കുന്നു? അപ്പൊ ഇന്ത്യക്കാരൻ ആദ്യം നമ്മൾ വിട്ടുകൊടുക്കോ? നമ്മളങ്ങനെ ആരാ മക്കള് ആദ്യം നമ്മൾ വിട്ടുകൊടുക്കില്ല. അപ്പൊ ഇന്ത്യക്കാരൻ ചോദിച്ചു, നീയല്ലേ മുന്നിൽ എന്താണ് കമത്തി വെച്ചത്? അതിന്റെ ഉത്തരം പറയും. അത് പിന്നെ ചൈനക്കാരൻ പറയട്ടെ, അത് കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും വെച്ചതെന്ന് പറയാം. അപ്പൊ അമേരിക്കക്കാരൻ എന്നാ പിന്നെ ഞാൻ തുടങ്ങാതെ പറഞ്ഞു.
അമേരിക്കക്കാരൻ പറഞ്ഞു, ചായ ഒക്കെ അടിപൊളി ചായ. എനിക്ക് ഈ ഒരു സ്വഭാവമുണ്ട്, എത്ര നല്ല ചായ ആയാലും അത് എൻ്റെ വായിട്ട് തരുന്നതായാലും ഒരു നേരം ഒരു ചായ ഞാൻ കുടിക്കുള്ളൂ, പിന്നെ ഒരു മണിക്കൂർ കഴിഞ്ഞാലാണ് അടുത്ത ചായ കുടിക്കുള്ളൂ. അങ്ങനെ ശീലം എനിക്കുണ്ട്. അതുകൊണ്ട് ഇനി നീർത്തി വെച്ചിട്ട് ഇതിലൂടെ സപ്ലയർ പോകുമ്പോൾ എനിക്കിത് ആവശ്യമുണ്ടെന്ന് കരുതി വീണ്ടും ഇതിൽ ചായ ഒഴിച്ചാൽ അത് വേസ്റ്റ് ആവില്ലേ. അതുകൊണ്ടാണ് ഞാൻ ആളെ അറിയാണ്ട് ഒഴിക്കണമെന്ന് വെച്ചിട്ടാണ് ഞാൻ കമത്തി വെച്ചത്. അമേരിക്കക്കാരൻ എന്തിനാ കമത്തി വെച്ചതെന്ന് മനസ്സിലായില്ലേ ഇതുവരെ സാറേ? ഇനി രണ്ടാമത്തെ ആളാണ് ചൈന. അപ്പൊ ചൈനയോട് ചോദിക്കും, നീ എന്തിനാ നിർത്തി വെച്ചത്? അപ്പൊ ചൈനക്കാരൻ പറഞ്ഞു, അടിപൊളി ചായയാണ്, ഇന്ന് വരെ ഇതുപോലെ ചായ കുടിച്ചിട്ടില്ല. പക്ഷെ രണ്ടാമത് ചോദിക്കുന്നത് മോശമല്ലേ, ഇതിലൂടെ സപ്ലയർ പോകുമ്പോ ഇത് ആവശ്യമുണ്ടെന്ന് വിചാരിച്ചു ഇയാൾ എന്തെങ്കിലും ചായ ഉണ്ടെങ്കിൽ ഒഴിച്ചു തരണമെങ്കിൽ അത് കുടിക്കാലോ എന്ന് വിചാരിച്ച് അത് ഞാൻ നിർത്തി വെച്ചതാണ്. അപ്പൊ ഇവര് രണ്ടാളും കൂടി ഇന്ത്യക്കാരന് ചോദിച്ചു, ഇതെന്തിനാ? അപ്പൊ ഞങ്ങൾക്ക് രണ്ടാൾക്കുള്ളത് മനസ്സിലായി, നീ കെടുത്തിട്ടേണ്ട കാര്യം മനസ്സിലായില്ല. അപ്പൊ ഇന്ത്യക്കാരൻ പറഞ്ഞു, ചായ കിട്ടിയാലും കുഴപ്പമില്ല, കിട്ടിയിലും കുഴപ്പമില്ല. ചില ആളുടെ ആക്സിഡന്റ് ഈ ഇന്ത്യക്കാരനെ പറ്റട്ടെ, കിട്ടിയാൽ കുഴപ്പമില്ല, കിട്ടിയാലും കുഴപ്പമില്ല. ഞാൻ പറയുന്നു, കിട്ടണമെന്ന് വിചാരിച്ചാലേ നമുക്ക് കിട്ടുള്ളൂ. കിട്ടിയാലും കുഴപ്പമില്ല, കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല എന്ന് വിചാരിച്ചാൽ കിട്ടാനും സാധ്യതയില്ല, കിട്ടാതിരിക്കാനും സാധ്യതയില്ല. എന്തെങ്കിലും കിട്ടും. അതുകൊണ്ടാണ് നമ്മുടെ ജിനേഷ് സാറിന്റെ വൈഫ് ചാലക്കുടി പ്രോഗ്രാമിന് പറഞ്ഞത്, RCM ഇഷ്ടപ്പെട്ട് ചെയ്താൽ ഇഷ്ടപ്പെട്ട വരുമാനം കിട്ടും, RCM കഷ്ടപ്പെട്ട് ചെയ്താൽ കഷ്ടിച്ചേ വരുമാനം കിട്ടുള്ളൂ. ഇനി RCM ഒന്നും ചെയ്തില്ലെങ്കിൽ ഒന്നും കിട്ടില്ല. ഈ കൈയ്യടി അടിച്ചാൽ ഒരു മരി കിട്ടും. അപ്പൊ നമ്മൾ ആലോചിക്കുക, പല ആളുകളും ഈ കൂട്ടത്തില് കിട്ടിപ്പോയാൽ പോയി, ആ രീതിയിലല്ല. ഇത് ലോട്ടറി എടുക്കുന്നതല്ല, RCM ലോട്ടറി അല്ല, RCM ഒരു അവസരമാണ്. ഇത് നമ്മൾക്ക് നേടണമെന്ന് വിചാരിച്ചാൽ ഏത് പ്രതിസന്ധികളും മുന്നിൽ വന്നാലും അത് നേടുന്നത് വരെ പോരാടാൻ, മുന്നോട്ട് പോകാൻ തൻ്റെ ഇടത്തോടുകൂടി തയ്യാറുള്ള ആളുകൾക്കാണ് RCMിലുള്ള നേട്ടം ഉണ്ടാവും. ഉപ്പും മല്ലിയും മുളകും ഉപയോഗിക്കാൻ തൻ്റെ ഇടം വേണമെന്നില്ല. ഉപ്പും മല്ലിയും മുളകും ഉപയോഗിക്കാൻ ആ തൻ്റെ ഇടം വേണമെന്നില്ല. കാരണം ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ആരോഗ്യം കിട്ടും, നല്ലൊരു തുക ഉപയോഗിക്കാം. നിങ്ങൾക്ക് അത്യാവശ്യം 10 രൂപ ഉൽപ്പന്നങ്ങൾ കൊടുക്കാനും നിങ്ങൾക്ക് എന്ത് വേണമെന്നില്ല, നിങ്ങൾക്ക് വലിയ തൻ്റെ ഇടം വേണമെന്നില്ല. നിങ്ങളുടെ അനുഭവം പങ്കുവെച്ചാൽ മതി, ആളുകൾ മേടിച്ചോ, ഒരു പ്രാവശ്യം ഉപയോഗിച്ചാൽ വീണ്ടും ഉപയോഗിക്കും. നിങ്ങൾക്കൊരു വർക്ക്ഷോപ്പ് ചെയ്യണമെങ്കിലും അത്ര തൻ്റെ ഇടം വേണമെന്നില്ല. പക്ഷെ ഈ ഒരു അവസരം ജനങ്ങളിലേക്ക് എത്തിച്ച് ഇതൊരു ടീമിന്റെ ഭാഗമായി ആളുകളുടെ ആ ഒരു ബുദ്ധിമുട്ടും കഷ്ടപ്പാട് മനസ്സിലാക്കി അവരുടെ കഷ്ടപ്പാട് ബുദ്ധിമുട്ടിലെ ഒരു അവസരമാണ് RCM, നേടാനുള്ള ഒരു അവസരമാണ് RCM എന്ന് മറ്റുള്ള ജനങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന കുത്തുവാക്കുകള്, അവിടെ നിന്ന് കിട്ടുന്ന നമ്മളെ പ്രചോദനം കെടുത്തുന്ന വാക്കുകള്, എന്നെ കൊണ്ടൊന്നും സാധിക്കില്ല എന്നുള്ള വാക്കുകള്, എവിടെ നിന്ന് കിട്ടിയിട്ട് നിനക്ക് ഈ പ്രൊഡക്റ്റ് എന്ന് പറയുന്ന ആ വാക്കുകള് ഒക്കെ പലരും തളർത്തും. ശരിയാണോ? ഇന്ന് പല ആളുകളുടെ വാക്കുകളിലൂടെയാണ് പല ആളുകള് എന്ത് ചിന്തിക്കുന്നു എന്ന അനാവശ്യ ചിന്തയിലൂടെയാണ് നമ്മൾ RCM ചെയ്യാതിരിക്കുന്നത്. ഭൂരിഭാഗം ആളുകൾ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച ആളുകൾക്ക് ഉൽപ്പന്നങ്ങളുടെ നേട്ടം കിട്ടി, RCMിലൂടെ എന്തെങ്കിലും ചെയ്ത ആൾക്ക് അതിന്റെ നേട്ടം കിട്ടി. പക്ഷെ ടീം ബിസിനസ്സിലൂടെ മുന്നേറാൻ നമ്മൾ ഇറങ്ങിപ്പുറപ്പെടുമ്പോൾ കുറെ കാര്യങ്ങള് നമ്മൾ പിൻവലിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു 6 പോയിന്റ് കേട്ടാലോ? ആ പിൻവലിക്കുന്ന നമ്മളെ പുറകോട്ട് വലിക്കുന്ന, നമുക്ക് മുന്നോട്ട് പോകാതിരിക്കാനുള്ള പല സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അതിനെ എങ്ങനെ മറികടക്കണം എന്നുള്ള ഒരു 6 പോയിന്റ് കേട്ടാലോ? കാരണം ഈ 4 മണി വരെ 6 പോയിന്റില്ല, മറ്റുള്ള പോയിന്റ് ഇഷ്ടംപോലെ ഉണ്ട്. പക്ഷെ 6 പോയിന്റെങ്കിലും കേട്ടിട്ട് വേണം നിങ്ങൾ പോയാൽ. ഞാൻ പറയുന്നു, ഈ 6 പോയിന്റ് കേട്ട് ഉൾക്കൊണ്ട് നിങ്ങൾ പോയാൽ ഞാൻ പറയുന്നു, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും നല്ലൊരു ടീമിനെ ഡെവലപ്പ് ചെയ്ത് RCMിലൂടെ വിജയിക്കാൻ പറ്റും. തയ്യാറാണോ? കേൾക്കാൻ തയ്യാറാണോ? 6 പോയിന്റ് ഞാൻ നോട്ട് ചെയ്ത് കൊണ്ടുവച്ചു. 6 പോയിന്റ് മറികടന്നത് കൊണ്ടാണ് ഇന്ന് ഒരു സ്റ്റാറമറായിട്ട് നിങ്ങളുടെ മുന്നിൽ നിൽക്കാൻ സാധിക്കും. ഈ 6 പോയിന്റ് എൻ്റെ ജീവിതത്തിൽ വന്നു. നിങ്ങൾ RCMിൽ ഇറങ്ങി തിരിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഈ 6 പോയിന്റ് വരും. ആകാംക്ഷയില്ലേ നിങ്ങൾക്കിപ്പോ ഇത് കേൾക്കാൻ? ഇല്ലേ?
ഈ കിട്ടിയാലും കുഴപ്പമില്ല കിട്ടിയാലും കുഴപ്പമില്ല എന്ന ആൾക്കാർ ഒരു ആകാംക്ഷ ഉണ്ടാവില്ല. പക്ഷെ ഇത് കിട്ടിയാൽ നന്നായിരുന്നു എന്ന് ചിന്തിക്കുന്ന ആൾക്ക് ആകാംക്ഷയായി. അവർക്കാണ് ഈ തുറന്നു വെച്ചിരിക്കുന്ന ക്ലാസ്സിലേക്കാണ് നമ്മൾ എന്തൊഴിക്കാൻ പറ്റുള്ളൂ? ചായ ഒഴിക്കാൻ പറ്റുള്ളൂ. ഇതിലേക്ക് ചായ ഒഴിക്കാൻ പറ്റും. നമ്മുടെ മൈൻഡ് സെറ്റ് എങ്ങനെ ഇരിക്കണം അതും കൂടി ഇതിലുണ്ട്. നമ്മൾ ഇതിലേക്ക് ഈ സപ്ലൈ ചെയ്ത് ചായ ഒഴിക്കണം എന്ന് വിചാരിച്ചാലും ഈ ചായ അവിടെ ഒഴിച്ചാൽ ചായ പുറത്തേക്ക് പോകും. മൈൻഡ് സെറ്റ് കമന്ന കുടം പോലെ ഇരിക്കരുത്. നമുക്ക് ഇഷ്ടംപോലെ അറിവുണ്ടാവും, അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിരിക്കുക. ഇവിടുത്തെ അറിവൊന്ന് നോക്കാം. അപ്പോൾ ഇവിടുത്തെ അറിവ് നമ്മൾ പകർത്താൻ ശ്രമിക്കണം, അല്ലെ? അതുകൊണ്ട് കമന്ന കുടം പോലെ, കമന്ന കുടത്തിൽ എത്ര വെള്ളം വരെ ഒഴിക്കാൻ പറ്റുമോ? പറ്റില്ല. നമ്മുടെ മൈൻഡ് സെറ്റ് ഇതേപോലെ ഇരിക്കണം. അതായത് ഇതിലേക്കാണ് ഒഴിക്കാൻ പറ്റുള്ളൂ, അല്ലെ? ഇതില് കാര്യമായിട്ടിരുന്നാലാണ് ഇതിൽ നിറയ്ക്കാൻ പറ്റുള്ളൂ, ശരിയല്ല? ഇതിലേക്ക് ചായ ഒഴിക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പോ ഈ രണ്ട് മൈൻഡ് സെറ്റ്, വേണ്ട എന്ന് ചിന്തിക്കുന്ന മൈൻഡ് സെറ്റും അല്ല നമുക്ക് വേണ്ടത്. ആർസിനോട് ചോദിക്കാൻ കിട്ടിയാലും കുഴപ്പമില്ല കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള മൈൻഡ് സെറ്റ് അല്ല നമുക്ക് വേണ്ടത്. ഇത് കിട്ടുക തന്നെ വേണം. ഈ ആഗ്രഹമായിരിക്കണം നമ്മളെ, അതായത് കിട്ടണം എന്നുള്ള ആഗ്രഹം, നേടണം എന്നുള്ള ആഗ്രഹം, വിജയിക്കണം എന്നുള്ള ആഗ്രഹം. എന്നെ പുച്ഛിച്ചവരും എന്താണ് കളിയാക്കവരുടെ മുന്നിൽ വിജയിച്ച് നിൽക്കണം എന്നുള്ള ആഗ്രഹം. ഗിരിസാറ് പറഞ്ഞു, ചില ആൾക്ക് ചായ കുടിക്കുന്നതാണ് ലഹരി, ചില ആൾക്ക് സിനിമ കാണുന്നതാണ് ലഹരി, ചില ആൾക്ക് എന്താണ് കഞ്ചാവും മയക്കുമരുന്നും ഉപയോഗിക്കലാണ് ലഹരി. സത്യത്തിൽ ഗിരിസാറ് പറഞ്ഞൊരു കാര്യം, യഥാർത്ഥ ലഹരി നിങ്ങളെ പുച്ഛിച്ചവരെ മുന്നിൽ, നിങ്ങളെ കളിയാക്കിയവരെ മുന്നിൽ, നിങ്ങളെ കൊണ്ട് സാധിക്കില്ല എന്ന് പറഞ്ഞവരുടെ മുന്നിൽ, ആർസിനെ പറ്റി കുറ്റം പറഞ്ഞ ആളുകളുടെ മുന്നിൽ, ആർസിന്റെ പ്രൊഡക്റ്റുകൾ നല്ലതല്ല എന്ന് പറഞ്ഞ ആളുകളുടെ മുന്നിൽ അത് ഉപയോഗിച്ച് ആരോഗ്യം സംരക്ഷിച്ച് അതിലൂടെ ജീവിത വിജയം നേടി അവരെ മുന്നിൽ നിവർന്നു നിൽക്കുമ്പോഴുള്ള ഒരു ലഹരിയില്, അതാണ് ലഹരി. നിങ്ങളെ പുച്ഛിച്ചവരുടെ മുന്നിൽ വിജയിച്ച് നിൽക്കുമ്പോഴുള്ള ലഹരി. ആ ലഹരി നിങ്ങൾ ഈ കൊണ്ടുവരാൻ നിങ്ങൾ തയ്യാറാണോ? ആ ലഹരി നിസ്സാരമല്ല. ആ ലഹരി എല്ലാവർക്കും പറ്റില്ല. നിന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറയുമ്പോൾ നിർത്തി പോണ്ടതല്ല ആശയം. ക്ലിയറായോ? ഓക്കെ. അപ്പോൾ അതുകൊണ്ട് 6 പോയിന്റ് നിങ്ങൾ എഴുതിയെടുത്തോളൂ. ഞാൻ പറയുന്നു, ഈ 6 പോയിന്റ് നിങ്ങൾ ഡയറിയുടെ ഫ്രണ്ടിൽ എഴുതൂ. നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരുമ്പോൾ ഈ 6 പോയിന്റ് എടുത്ത് വായിക്കൂ. നിങ്ങൾക്ക് മറികടക്കാനുള്ള ഊർജം അതിൽ നിന്ന് കിട്ടും. തയ്യാറായോ? ഒന്നാമത്തെ പോയിന്റ്, എല്ലാവരെയും തൃപ്തിപ്പെടുത്താനുള്ള തീരുമാനം ഒഴിവാക്കുക. എല്ലാവരെയും തൃപ്തിപ്പെടുത്താനുള്ള തീരുമാനം ഒഴിവാക്കുക. ഒരു വ്യക്തിക്കും എല്ലാ ജനങ്ങളെയും തൃപ്തിപ്പെടുത്താൻ സാധിക്കില്ല. എത്ര നല്ല കാര്യം ചെയ്തു. അമ്മനെ തല്ലിയാലും 2 വിഭാഗമുണ്ട്, അമ്മനെ നന്നായിട്ട് നോക്കിയാലും 2 വിഭാഗമുണ്ട്. ശരിയാണോ? ഏതൊരു നല്ല കാര്യം ചെയ്താലും അതിനെ മോശമായിട്ട് ചിത്രീകരിക്കുന്ന ആളുകളുണ്ടെന്ന് അർത്ഥം ആണോ? അല്ലേ? അല്ല, എത്ര നല്ല കാര്യം നമ്മൾ വിചാരിച്ച് ചെയ്തോ അതിനെ മോശമായിട്ട് ചിത്രീകരിക്കുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് എല്ലാവരും തൃപ്തിപ്പെടുത്താനുള്ള തീരുമാനം ഒഴിവാക്കണം. ആർസിമിലേക്ക് വന്നപ്പോൾ എൻ്റെ അച്ഛൻ പറഞ്ഞു, നാട്ടുകാരും ബന്ധുക്കാരും അവിടെ നിൽക്കട്ടെ, എൻ്റെ അച്ഛൻ പറഞ്ഞു, നീ ഭാര്യയും പിള്ളേരും പട്ടിണിക്കിടാനുള്ള പരിപാടിയാണോ ആർസിമിന്റെ മീറ്റിങ്ങിന് പോയിട്ട്? ഈ പരിപാടി കുടുംബത്ത് നടക്കില്ല എന്ന് എൻ്റെ അച്ഛൻ പറഞ്ഞു. എന്താ കാരണം? എൻ്റെ അച്ഛൻ അറിയുന്നത് പണി മരപ്പണി. അത് തന്നെ ഞാൻ ഏറ്റെടുത്തു. ഈ മരപ്പണിക്ക് പോകുന്ന ഒരാള് ആർസിമിന്റെ മീറ്റിംഗ് എന്ന് പറഞ്ഞ് മരപ്പണിന്ന് വിട്ട് മരപ്പണിക്ക് പോവാതെ മീറ്റിങ്ങിന് പോകുമ്പോൾ അച്ഛൻ ചൂടായി. അച്ഛന് മനസ്സിലായിട്ടില്ല ആർസിമിനോട് എന്ത് സംഭവിക്കുന്ന അച്ഛന് മനസ്സിലായില്ല. അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിൽ തന്നെ പിന്തിരിപ്പിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കും. ഭർത്താവിനെ പിന്തിരിപ്പിക്കുന്ന ഭാര്യ, ഭാര്യയെ പിന്തിരിപ്പിക്കുന്ന ഭർത്താവ്, ഭർത്താവും ഭാര്യ മനസ്സിലാക്കിയ മക്കള് എന്ന് വേണ്ട അച്ഛനമ്മയും എന്ന് വേണ്ട നമ്മുടെ കുടുംബത്തിൽ തന്നെ നമ്മൾ ഒരു ആശയത്തിന്റെ മുന്നിൽ വിജയിക്കണമെന്ന് ആഗ്രഹിച്ച് പ്രയത്നം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മളെ പിന്തിരിപ്പിക്കാൻ കുറെ ആളുകൾ ഉണ്ടാവും. അതുകൊണ്ട് ആ ആളുകൾക്ക് അറിയാത്തത് കൊണ്ടാണ് നമ്മളെ പിന്തിരിപ്പിക്കുന്നത്. ആർസിന് എന്ത് കിട്ടുമെന്ന് അറിയാത്തത് കൊണ്ടാണ് നമ്മളോട് അത് പറയുന്നത്. പക്ഷെ അത് മനസ്സിലാക്കിയ നമ്മള് അവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി, അങ്ങനെയുള്ള ആളുകളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി നമുക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയൊരു അവസരത്തെ നമ്മൾ ചെയ്തില്ലെങ്കിൽ അവിടെ അവരല്ല തോൽക്കുന്നത്, അവനവനാണ് തോൽക്കുന്നത്. അവരവരുടെ ജീവിതത്തിൽ ആർസിലൂടെ ഉണ്ടാവുന്ന
ഏറ്റവും വലിയ നേട്ടങ്ങളായാണ് നിങ്ങൾ തോൽപ്പിക്കാൻ പോകുന്നത്. നിങ്ങളുടെ കുടുംബത്തെയാണ് നിങ്ങൾ തോൽപ്പിക്കാൻ പോകുന്നത്. നാളെ ആർസിയിലൂടെ വരേണ്ട നേട്ടങ്ങള് ഇന്ന് കൂട്ടി മനസ്സിലാക്കി നമ്മൾ പ്രവർത്തിച്ചില്ലെങ്കിൽ, മറ്റുള്ളവരുടെ വാക്കുകളിലൂടെ നമ്മൾ ആർസ്യം ചെയ്യാതിരുന്നാൽ, മറ്റുള്ളവരെ പ്രലോഭനപ്പെടുത്താൻ, മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്താനുള്ള തീരുമാനമാണ് നമ്മൾക്ക് ആണെന്നുണ്ടെങ്കിൽ ആർസ്യം നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം എല്ലാവരും ഇതിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കില്ല. കാരണം എല്ലാവർക്കും മനസ്സിലാവില്ല ആർസ്യം. എല്ലാവർക്കും മനസ്സിലാവോ? ഉപ്പും മല്ലിയും മുളകും മേടിച്ചിട്ട് ലക്ഷക്കണക്കിന് വരുമാനം മേടിക്കാന്ന് പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവില്ല. അതുകൊണ്ട് മനസ്സിലായത് നമുക്കാണ്. അതുകൊണ്ട് എല്ലാവരെയും തൃപ്തിപ്പെടുത്താനുള്ള തീരുമാനം നമ്മൾ മാറ്റിവെച്ചില്ലെങ്കിൽ നമുക്ക് ആർസിയിലൂടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പോയിന്റ് ഇഷ്ടപ്പെട്ടോ? പലപ്പോഴും നമ്മൾ മറ്റുള്ളവരുടെ വാക്ക് കേട്ടിട്ടാണ് ആർസ്യം ചെയ്യാതിരിക്കുന്നത്, അല്ലെ? ഇന്നൊരു ക്ലാസ് കേട്ടു, ഇവിടുന്ന് ഊർജ്ജമായിട്ട് നാളെ പോയി വീട്ടിൽ കൈക്കോട്ടുകളൊക്കെ വന്ന ആളോട് ചോദിക്കും, ചേട്ടാ ആർസ്യം കേട്ടിട്ടുണ്ട്, ആർസ്യം എന്താണ് ചേട്ടാ അഭിപ്രായം? കൈക്കോട്ടുകളൊക്കെ വന്ന ആളോട്. അപ്പൊ ആള് പറഞ്ഞു, എന്ത് ആർസ്യം തീർച്ചയായും, നാളെ നീ ഒരു കൈക്കോട്ട് മേടിച്ച് എൻ്റെ കൂടെ വാ, വൈകുന്നേരം ആകുമ്പോ 800 രൂപ കൂലി തരാം. അപ്പോൾ നമുക്ക് തോന്നും അതാണ് നല്ലത്. ശരിയാണോ? ഈ മേഖലയെ കുറിച്ച് അറിയാത്ത ആളുകളാണ് കൂടുതൽ. എന്താ കാരണം? ഡയറക്റ്റ് മാർക്കറ്റിംഗ് എന്താണ്, ഏതാണ്, എന്തിനാണ്, എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ അത് ഗുണം ചെയ്യും എന്ന് ഇവിടുത്തെ വിദ്യാസമ്പന്നരായ ആളുകൾക്ക് പോലും അറിയില്ല. ഗവൺമെന്റ് സർവീസിലുള്ള ആളുകൾക്ക് പോലും അറിയില്ല. രാഷ്ട്രീയ പ്രവർത്തകർക്ക് പോലും അറിയില്ല. കാരണം അബ്ദുൽ കലാംജി ദീർഘവീക്ഷണമുള്ള ആളുകൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്, 21ാം നൂറ്റാണ്ടിന്റെ ബിസിനസ് ഡയറക്റ്റ് മാർക്കറ്റിംഗ്. ഇന്ന് അമേരിക്കയിലും ചൈനയിലും ഏറ്റവും കൂടുതൽ കോടീശ്വരന്മാരെ സൃഷ്ടിച്ച ബിസിനസ് ഡയറക്റ്റ് മാർക്കറ്റിംഗ്. അമേരിക്കൻ ട്രംപ് എന്താണ്, ഗവൺമെന്റിന് പോലും നയാ പൈസ വാങ്ങിക്കാതെ അദ്ദേഹം സേവനമായിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അമേരിക്കൻ ട്രംപിന്റെ, അദ്ദേഹത്തിന്റെ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ട്രംപിന്റെ അപ്പച്ചൻ ചെയ്തു വെച്ച ബിസിനസ് ഡയറക്റ്റ് മാർക്കറ്റിംഗ് കോടിക്കണക്കിന് രൂപയാണ് മാസം ഇൻകമായിട്ട് വരുന്നത്. പിന്നെ എന്തിനാണ് അദ്ദേഹത്തിന് ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്ന നക്കാപ്പിച്ച? അതുകൊണ്ടാണ് അതും പോലും സേവനം ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ഇനി വരാൻ പോകുന്ന സമയത്ത് ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്യൂ, വരാൻ പോകുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഇന്ന് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാൻ പോകുന്ന ഒരു രാജ്യം ഇന്ത്യ. സാമ്പത്തിക നിലയിൽ നിന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യം ഇന്ത്യ. അത് ഏതിലൂടെയാണെന്ന് ചോദിക്കുമ്പോൾ ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തില് ഡയറക്റ്റ് മാർക്കറ്റിംഗിലൂടെയാണ് ഇന്ത്യ സാമ്പത്തിക പുരോഗതി നേടാൻ പോകുന്നത്. കാരണം ഒരു നയാ പൈസ ഈ രാജ്യം വിട്ടുപോകുന്നില്ല. 100% ഇന്ത്യൻ ഉൽപ്പന്നങ്ങളാണ് എല്ലാവരും ആർസ്യം ഏറ്റെടുക്കുന്ന സമയത്ത് ഇന്ന് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഏത് ലെവലിലായിരിക്കുമെന്ന് നിങ്ങൾക്ക് പോലും ചിന്തിക്കാൻ പറ്റില്ല. നിങ്ങളുടെ വീട് എങ്ങനെയായിരിക്കും നിങ്ങൾക്ക് പോലും ചിന്തിക്കാൻ പറ്റില്ല. നിങ്ങൾ യാത്ര ചെയ്യുന്ന വണ്ടികളായിരിക്കില്ല നിങ്ങളുടെ കയ്യില്. എത്ര ലക്ഷങ്ങളും കോടികളും വണ്ടികളായിരിക്കും നിങ്ങളുടെ കയ്യിൽ നിന്ന് ചിന്തിക്കാൻ പറ്റില്ല. ആ തലത്തിലേക്കാണ് ആർസ്യം വളർന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ തലത്തിലേക്ക് വളരണമെങ്കിൽ നമുക്ക് എന്താണ് ആർസ്യം എന്ന് മനസ്സിലാവണം. മറ്റുള്ളവരുടെ വാക്കുകളിലൂടെയും മറ്റുള്ളവരുടെ ചിന്തകളിലൂടെയും എല്ലാം നമ്മൾ ജീവിക്കേണ്ടത് നമ്മുടെ വാക്കുകളിലൂടെ, നമ്മുടെ ചിന്തയിലൂടെയും നമുക്ക് മനസ്സിലാവുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ആർസ്യം ഏറ്റെടുക്കേണ്ടത്. അതുകൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ എവിടേക്കാടി പോയേ, എന്തിന്റെ ആർസ്യം? പല ആളുകൾ പലതും വെറുതെ ആവശ്യമില്ലാത്ത പുലിവാലിനും പോണ്ട. അങ്ങനെയാണ് ചേച്ചി, ഞാൻ ഈ പോവില്ല. പിന്നെ വീട്ടിൽ ആരാ നമ്മൾ തോൽപ്പിക്കുന്നത്? ഇവിടെ എന്ത് ദോഷമാണ് ആർസിമില് ഇന്ന് ഇത്രയും കാര്യങ്ങൾ രാവിലെ തൊട്ട് ഇവിടെ പറഞ്ഞ കാര്യത്തില് എന്ത് ദോഷമാണ് ഇത് നമുക്ക് സംഭവിക്കാൻ പോകുന്നത്? പൈസ നഷ്ടപ്പെടുന്നുണ്ടോ? നമ്മുടെ ആരെങ്കിലും നഷ്ടപ്പെടുന്നുണ്ടോ? നമ്മൾ ആരെങ്കിലും പറ്റിക്കുന്നുണ്ടോ? ഒരാളെ നിന്ന് പൈസ നമ്മൾ വാങ്ങിച്ചെടുക്കുന്നുണ്ടോ? ഇല്ല. നമുക്കുള്ള അനുഭവം ഒന്ന് പങ്കുവെക്കുന്നു, അവരുടെ ജീവിത ചരിത്രം അവർക്കൊരു അവസരം കാണിച്ചു കൊടുക്കുന്നു. നമ്മളൊരാൾ ഉയർത്തല ചെയ്യുന്നത് തളർത്താണോ? നല്ല ഉൽപ്പന്നങ്ങളല്ല നമ്മൾ കൊടുക്കുന്നത്, അവരുടെ ആരോഗ്യ സംരക്ഷണയിലൂടെ ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ആർസ്യം ചെയ്യുന്നത് എന്തിനാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടാവണം. ആ ബോധ്യം നമ്മുടെ വീട്ടുകാർക്കോ ബന്ധുക്കാർക്കോ നാട്ടുകാർക്കോ കൂട്ടുകാർക്കോ ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ട് നമ്മുടെ വിജയത്തിന്റെ താക്കോൽ ആരുടെ കയ്യിലാ? അമ്മാവന്റെ കയ്യിലാ? കുഞ്ഞമ്മായിരെ? അവനവന്റെ കയ്യിലായിരിക്കണം. ഈ കുഞ്ഞമ്മായിരെയും അമ്മാവന്റെയും ചേട്ടന്റെയും ചേച്ചിയുടെ ഒക്കെ കയ്യിൽ കൊടുത്തുള്ള ആളുകൾ ഇന്ന് പോയി അത് മേടിക്കണം. മേടിക്കുന്നതിനെ താക്കോൽ മേടിക്കണം. മനസ്സുകൊണ്ട് എന്നെ കരയിപ്പിക്കാനുള്ള തീരുമാനം എന്റെ കയ്യിലാണ്. ഒരാൾ വിചാരിച്ചാൽ എന്നെ കരയിപ്പിക്കാൻ പറ്റില്ല. ഞാൻ വിജയിക്കണം എന്നുള്ളത് എന്റെ കയ്യിലാണ്.
നീ തോൽക്കുന്നു പറയുമ്പോൾ അവരെല്ലാം തീരുമാനിക്കുന്നത് ഞാൻ തോൽക്കില്ല. തോൽക്കാനുള്ള മനസ്സ് നമുക്കുണ്ടെങ്കിലാണ് നമ്മൾ തോൽക്കുള്ളൂ, അല്ലെങ്കിൽ വിജയിച്ച് മുന്നേറും. കൊമ്പടി നമുക്ക് ടീം എന്ന് പറയുമ്പോൾ ഇന്ന് കേരളത്തിലെ ഏറ്റവും സ്പീഡായിട്ട് മുന്നേറുന്ന ഒരു ടീമാണ്. ആ ടീമിൽ വന്നിട്ട് കരയുന്ന ആളുകൾക്ക് സ്ഥാനമില്ല, പേടിച്ച് വിറച്ചു നിൽക്കുന്ന ആൾക്ക് സ്ഥാനമില്ല. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ മാറി നിൽക്കണമെന്ന് പറയുള്ളൂ. നിങ്ങൾക്ക് എന്ന് ധൈര്യം വരുന്നോ അന്ന് പിന്നിലേക്ക്. ധൈര്യമുള്ളവർക്ക് പറഞ്ഞിട്ടുള്ളതാണ്, പേടി തൊണ്ടമാർക്ക് പറഞ്ഞിട്ടുള്ളതല്ല അർത്ഥം. നീ തൊണ്ടി നിൽക്കും, കുഴപ്പമില്ല. ഇതാണല്ലേ ഊണ് കഴിച്ചിട്ട് എന്തായാലും എനിക്കെന്ന് പറഞ്ഞതെന്ന് നിങ്ങൾ ചിന്തിച്ചാൽ ഞാൻ പറയുന്നു, ഇത് നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കെടുക്കുന്നതാ. എന്നെ കൊണ്ട് സാധിക്കില്ല, എനിക്ക് പറ്റില്ല, എനിക്കതിനുള്ള കഴിവില്ല, അല്ലേ? അങ്ങനെയൊക്കെ ചിന്തിക്കാറില്ല, നിങ്ങൾ ചിന്തിക്കാറുണ്ട്. ആ ചിന്ത മാറ്റണം, അല്ലെ? നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ ഇങ്ങനെയൊക്കെ മരപ്പണിയിൽ എന്തെങ്കിലും ഇവിടെ ഒരു ക്ലാസ് കൊടുക്കണ്ട, പണിക്ക് പോയിട്ട് ആ വീട്ടുകാരനെ വിളിച്ചിട്ട് ക്ലാസ് കൊടുക്കാന്ന് പറഞ്ഞാൽ ആ കൂലി തരുമോ? അവിടെ പണിയെടുത്തല്ല ശരിയുള്ളൂ. ഇന്ന് വരെ അത് ചെയ്തിട്ടില്ലേ. പക്ഷെ ആർസിമിൽ വന്നതിന് ശേഷം കിട്ടിയ അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ, നമുക്കുള്ള അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ അത് ക്ലാസ് ആണോ? അല്ലെ? നമ്മുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന ക്ലാസ് ആണോ? ശരിയാണോ? ഒരു അമ്മ കുട്ടീനെ താരാട്ടുപാട് പാടുന്ന പാട്ട് പാടാൻ അറിഞ്ഞിട്ടാണോ? ആ അമ്മ നന്നായിട്ട് താരാട്ടുപാട്ട് പാടും. പക്ഷെ അമ്മയുടെ ഒരു വേദിയിൽ ഒരു പാട്ട് പാടാൻ പറഞ്ഞാൽ അയ്യോ പാട്ടൊന്നും എനിക്കറിയില്ല. അപ്പൊ നന്നായിട്ട് പാടി ഉറക്കുണ്ടാവുന്നല്ലോ. അത് പാട്ടായിട്ട് പാടിയിട്ടല്ലോ. എല്ലാ കഴിവുകളും നമ്മുടെ കയ്യിലുണ്ട്. എല്ലാ കഴിവുകളും അത് ആവശ്യമുണ്ടെന്ന് തോന്നിയാലേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ശരിയാണോ? ശരിയാണോ? ചില ആൾ പറയും ഞാനൊരു ലീഡറല്ല, എനിക്ക് ലീഡറാവാനുള്ള കഴിവൊന്നുമില്ല. നിങ്ങളൊരു വീട്ടമ്മയാണോ? ആ വീട്ടമ്മ ആ വീടിന്റെ ലീഡറാണ്. നിങ്ങളൊരു കുടുംബനാഥനാണോ? ആ കുടുംബനാഥൻ വീടിന്റെ ലീഡറാണ്. നിങ്ങളുടെ മക്കളാണെങ്കിൽ നിങ്ങൾ ആ അച്ഛനമ്മയ്ക്കും ആ കുടുംബത്തിനും സംരക്ഷണം കൊടുക്കുന്നുണ്ടോ? നിങ്ങളൊരു ലീഡറാ. നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നുണ്ടോ? പത്താളം മുന്നിൽ നിങ്ങൾ ലീഡറാ. അപ്പൊ ആരെ ലീഡർ അല്ലാത്ത? ലീഡർ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു നൂലുമ കെട്ടിയിറക്കിയ ആരുമില്ല. ലീഡർ അവനവന് തോന്നുന്നവനാണ് ലീഡർ. ഞാൻ പത്താളം മുന്നിൽ ലീഡറായിട്ട് നിൽക്കും എന്ന് ആര് തോന്നുന്നവരും ആർക്ക് തോന്നുന്നവനും ലീഡറാവാം. എന്നിട്ട് മുന്നിട്ട് നടക്കുന്ന ആളുടെ പേരാണ് ലീഡർ. പിന്നിൽ നിൽക്കുന്ന ആളെ ഇന്ന് വരെ അത് ആ ടീമിന്റെ ലീഡറാന്ന് പറഞ്ഞില്ല. അത് ലീഡർ എല്ലാവരും ഞാൻ പിന്നിലേക്കാണ്, ഇങ്ങനെയുള്ള ആളെയാണ് ലീഡർ അല്ല. ഒരു പറ്റം ആളുകളെ മുന്നില് ഇങ്ങനെ നെഞ്ചു വിരിച്ച് നടക്കുന്ന ആളെ പേരാണ് ലീഡർ. അങ്ങനെ ഒരാൾക്ക് നടക്കാനുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ധൈര്യം വരും, അവന്റെ പിന്നിൽ അണി നരക്കും, അല്ലെ? മുന്നിട്ട് നിൽക്കാനാണ് ആളുകളില്ലാത്തത്. ശരിയാണോ? ശരിയാണോ? നിങ്ങൾ എല്ലാവരും കൈയടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിക്കണ്ട. അടിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈ അടിക്കണോ വേണ്ടെന്ന് നിൽക്കുന്ന ഒരാള് കൈയടിച്ചു തുടങ്ങിയാൽ ബാക്കിയുള്ളവർ പേടിക്കും. ശരിയാണോ? ആദ്യം കൈയടിക്കാനാണ് ഭയം. ഓക്കെ. കൊമ്പടിയില് ഞാൻ ഗിരിസാറിനോട് ആർസിമിനെ കേട്ടപ്പോൾ, സുമാമായിലൂടെ ആർസിമിനെ കേട്ടപ്പോൾ ആരുണ്ടാവും നോക്കിയിട്ടല്ല ഞാൻ ആർസിമിനെ ഏറ്റെടുത്തു. എനിക്ക് ആർസിമിലൂടെ വിജയിക്കണം. എന്തിനാണോ ഞാൻ ഗൾഫിൽ പോയത്, എന്തിനാണോ മരപ്പണി ചെയ്തത്, എന്തിനാണോ പലചരക്കാണ് എടുത്തത്, അവിടെയൊന്നും നേടാത്ത ഒരു നേട്ടം ആർസിമിൽ കിട്ടും എന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ എൻ്റെ അച്ഛന്റെ വാക്കുകൾ പോലും കേട്ടില്ല. അച്ഛനോട് പറഞ്ഞു, ഈ കുടുംബത്തിൽ നിന്ന് എന്നെ പുറത്താക്കിയാലും ഞാൻ ആർസിമാണ് ചെയ്യുള്ളൂ. അതുകൊണ്ട് അച്ഛൻ ആർസി മനസ്സിലാവാതെയാണെന്ന് പറയുന്നത്. പക്ഷെ ഇന്ന് എൻ്റെ വീട്ടിൽ ആരെങ്കിലും വന്നാൽ എനിക്ക് ഒരു അക്ഷരം പറയാനുള്ള സമയം അച്ഛൻ തരില്ല. കാരണം ആർസി നിന്ന് എല്ലാവരോടും പറയുന്നത് അച്ഛനാണ്. അതുകൊണ്ട് ഇന്ന് നമ്മളെ പിന്തിരിപ്പിക്കാൻ നിൽക്കുന്ന ആളുകളായിരിക്കും നാളെ ആർസിയും പറയാൻ പോകുന്നത്. അതുകൊണ്ട് അവരുടെ വാക്ക് കേട്ട് പിന്തിരിഞ്ഞാൽ അവിടെ തോൽക്കുന്നത് അവനവനായിരിക്കും. ഒന്നാമത്തെ പോയിന്റ് എന്താണ്? മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്താനുള്ള തീരുമാനം ഒഴിവാക്കുക. നമ്മളെല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ പറ്റില്ല എന്നർത്ഥം, അല്ലെ? ഏത് രാഷ്ട്രീയ നേതാവായിക്കോട്ടെ നല്ല കാര്യങ്ങൾ ചെയ്താലും അതിന് ദോഷം പറയുന്നവരുണ്ടാവുള്ളൂ, അല്ലെ? നല്ലതുകൊണ്ട് ദോഷമുണ്ട്, അല്ലെ? ഏതൊരു കാര്യം. ഓക്കെ. ഒന്നാമത്തെ പോയിന്റ് എഴുതിയില്ലേ? ഇനി രണ്ടാമത്തെ പോയിന്റ്, മാറ്റത്തോടുള്ള ഭയം ഒഴിവാക്കണം. മാറാൻ തയ്യാറാവണം.
അല്ലെ? ആർസിബിൽ വരുമ്പോൾ ആദ്യം മാറ്റം എന്താണ്? പലചരക്ക് സാധനങ്ങൾ മേടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി പെട്ടെന്ന് മാറാൻ പറയുമ്പോൾ ആദ്യം പറയുന്ന ഒരു കാര്യം എന്താ? ഇവിടെ ഇരിക്കുന്ന പലരും പറഞ്ഞിട്ടുണ്ടാവും, അതെ, കാലങ്ങളായിട്ട് എൻ്റെ അച്ഛൻ്റെ കാലം തൊട്ട് തൊട്ടടുത്തുള്ള സുഗണചേട്ടൻ്റെ കടയിൽ നിന്നാണ് അങ്ങനെ സാധനങ്ങൾ മേടിക്കാറ്. ഇനി ഇതൊന്ന് മാറി മേടിച്ചാൽ സുഗണചേട്ടൻ എന്ത് തോന്നും? ശരിയാണോ? നമ്മൾ സുഗണചേട്ടനെ നന്നാക്കാനാണോ ഉൽപ്പന്നം ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് നന്നാവാനാണോ? സുഗണചേട്ടൻ എന്ത് തോന്നുന്നത്? സുഗണചേട്ടൻ എന്താണ്? അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ് വിൽപ്പന നടത്തുന്നത്. അറിയോ? ആ സ്ഥലത്ത് നിന്ന് മേടിക്കുമ്പോൾ ട്രഡീഷണൽ മാർക്കറ്റിന്റെ ഉൽപ്പന്നങ്ങളാണ് നമ്മൾ മേടിക്കുന്നത്. അവിടെ സുഗണചേട്ടൻ അറിയാതെ തന്നെ സുഗൺചേട്ടനിലൂടെ ഇടനിലക്കാരും പരസ്യക്കാർക്കും നമ്മൾ കൊടുക്കുന്ന പൈസ പോകുന്നു. ഈ ഒരു സംവിധാനത്തിൽ മാറുമ്പോൾ ആ പൈസ നമുക്ക് കുറച്ച് കിട്ടാനുള്ള അവസരമുണ്ട്, നമുക്ക് ജീവിത ലക്ഷ്യങ്ങൾ നേടാനുള്ള അവസരമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചില ആളുകൾ പറയുന്നു, ഈ കടയിൽ 5-10 വർഷമായി ഞാൻ ചില സാധനങ്ങൾ മേടിക്കുന്നത്, ഇനി ഞാൻ എൻ്റെ വീട്ടിൽ ഈ സാധനങ്ങൾ വേറെ മേടിച്ചു കഴിഞ്ഞാൽ ആൾക്ക് എന്ത് തോന്നും? ചില ആളുകൾ പറയാറില്ലേ? പറയാറുണ്ട്. അയ്യോ, അപ്പുറത്തൊരു ആർസിംഗാരുണ്ട്, ആളെ വീട്ടിൽ ഹോം ഷോപ്പ് ഉണ്ട്, ഞാൻ ഏറ്റെടുത്താൽ അവൾക്ക് എന്ത് തോന്നും? അവൾ ഏറ്റെടുത്തിരിക്കുന്നത് അവൾക്ക് വേണ്ടിയിട്ടാ, ഞാൻ ഏറ്റെടുക്കുന്നത് എനിക്ക് വേണ്ടിയിട്ടാ. ശരിയാണോ? ഇപ്പൊ കൊടുങ്ങല്ലൂർ ജംഗ്ഷനിൽ ചെന്ന് കഴിഞ്ഞാണെങ്കിൽ എത്ര ബേക്കറി കാണാം? എണ്ണണ്ട. അപ്പൊ ആളുകൾ 1, 2, 3 എണ്ണണ്ട. പക്ഷെ എത്ര ബേക്കറി ഉണ്ടാവും, എത്ര സ്വർണ്ണക്കട ഉണ്ടാവും, എത്ര തുണിക്കട ഉണ്ടാവും. ഇനി ഒരു തുണിക്കടക്കാരൻ വിചാരിക്കുകയാണ് കൊടുങ്ങല്ലൂർ ഇനി ഇതിന്റെ അപ്പുറത്ത് ഒരു തുണിക്കട ഇട്ടാൽ അപ്പുറത്തെ കടക്കാരന് എന്ത് തോന്നും? തോന്നോ? തോന്നോ? അങ്ങനെ തോന്നി ആരെങ്കിലും? അങ്ങനെയാണെങ്കിൽ കൊടുങ്ങല്ലൂർ ഒരു തുണിക്കട ഉണ്ടാവുള്ളൂ, കൊടുങ്ങല്ലൂർ ഒരു ഹോട്ടൽ ഉണ്ടാവുള്ളൂ, കൊടുങ്ങല്ലൂർ ഒരു കടകൾ ഉണ്ടാവും. ഓരോന്നിനും എന്റെ പല കടകളും എല്ലാവരും ചെയ്യുന്നത് അവരവന് വേണ്ടിയിട്ടാണ്. ശരിയാണോ? അതുകൊണ്ട് മാറ്റത്തോടുള്ള ഭയം. പിന്നെ അടുത്തൊരു കാര്യമാണ്, ആർസിബിൽ ഇത്തിരി ലോകോത്തര നിലവാരമുള്ള ഉൽപ്പന്നങ്ങളാണ്, ഇത് ഉപയോഗിക്കണം. വേഷം മാറണം എന്ന് പറയുമ്പോൾ ചില ആളുകൾ വേഷം മാറില്ല. ചില ആൾ സ്റ്റാർ ആയിട്ട് ഞാൻ മാറാന്നാണ് പറയുന്നത്. അല്ല, വേഷം മാറാം. ഇപ്പൊ ഞാൻ ഇവിടെ ഒരു കള്ളിമുണ്ടും ഒരു തലക്കെട്ടും ഒരു ബനിയനും ഇട്ട് വന്ന് നിന്ന് ക്ലാസ് എടുക്കണമെങ്കിലോ 3 കഴിഞ്ഞിട്ട് എത്ര പേരുണ്ടാവും? എത്ര പേരുണ്ടാവും? ഒരു പോലീസിന് ഒരാൾക്ക് ജോലി കിട്ടി, വണ്ടി ആള് എന്താണ് വണ്ടി അല്ലെ തിരിച്ചു വിടുന്ന പണിയാണ് ജംഗ്ഷനിൽ കിട്ടിയത്, അല്ലെ, സിഗ്നലിന്റെ അവിടെ. അങ്ങനെ പോലീസിന് ജോലി കിട്ടി. ഇയാള് പറയാണ്, ഇനി പോലീസിന്റെ വേഷമൊന്നും ഞാൻ എടുക്കാൻ തയ്യാറല്ല, ഞാൻ വണ്ടി നിയന്ത്രിച്ചോളാം. ഈ പോലീസിന്റെ കാക്കിയില്ലെങ്കിൽ അവിടെ വണ്ടി നിയന്ത്രിക്കാൻ നിന്നാൽ ആരെങ്കിലും ഗൗനിക്കില്ല. ആ വേഷത്തിൽ നിന്ന് വണ്ടി നിയന്ത്രിച്ചാലാണ് പോലീസായിട്ട് അംഗീകരിച്ച് വണ്ടി അവിടെ നിൽക്കുള്ളൂ. ശരിയാണോ? അപ്പൊ ഓരോന്നിനും ഓരോന്നിന്റെ വേഷമുണ്ട്. ഇത് ലോകം കണ്ടതിൽ ഏറ്റവും വലിയ ബിസിനസ്സാണ് നമ്മൾ നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? വേഷം മാറാൻ തയ്യാറാവണം. നമ്മുടെ വേഷവിധാനങ്ങളൊന്ന് മാറണം. ആദ്യം പൈസ വന്നിട്ടല്ല നമ്മൾ മാറിയുന്ന ആളുകൾക്ക് തോന്നാം. ക്ലിയറായ? പൈസ വന്നിട്ടല്ല മാറി തോന്നാ. നമ്മുടെ വേഷവിധാനത്തില്, നമ്മുടെ നടത്തില്, നമ്മുടെ സംസാരത്തില്, ആത്മവിശ്വാസത്തില്, കണ്ണുകളിലുള്ള തിളക്കത്തില്. അവിടെ 6 ദേശീയ അവാർഡ് കിട്ടിയിട്ടുള്ളതാണ്. ആളോടൊന്ന് പറയുന്നതാ, 6 ദേശീയ അവാർഡ് കിട്ടിയിട്ടുള്ളതാണ്. എന്താണ് ഇത്? പല ആൾക്കും ഷുഗർ, പ്രഷർ, കൊളസ്ട്രോള് ഇതൊക്കെ മാറിയിട്ടുണ്ട്. എന്നിൽ ആൾക്ക് വിശ്വാസം ഉണ്ടാവും. എവിടേക്ക് അങ്ങോട്ട് നോക്കിയിട്ട് ആളെന്നെ മത്തിക്ക് വയ്ക്കുക, ഞാൻ മാറ്റി. എന്താ കാരണം? ഇതൊക്കെ പറഞ്ഞു, ഒക്കെ കൃത്യമായിട്ട് പറഞ്ഞു. പക്ഷെ ആളെ മുഖത്ത് കണ്ണിൽ നോക്കി സംസാരിക്കാനുള്ള ഗഡ്സ് ഇല്ല. അതായത് നമ്മുടെ സംസാരം പോലും ആളുകൾ ശ്രദ്ധിക്കുന്നതാണ്. സാറേ, ഇത് 6 ദേശീയ അവാർഡ് കിട്ടുന്നത് 8 വർഷമായിട്ട് എൻ്റെ കുടുംബത്തിൽ ഉപയോഗിക്കുന്നതാണ്. അതുകൊണ്ട് സാറിൻ്റെ കുടുംബത്തിൽ ഉപയോഗിച്ചാൽ ഇത്ര 34 രോഗങ്ങൾക്ക് പ്രതിരോധമാണ്. ഏറ്റവും നല്ല പ്രവർത്തനം സാറിന് ഉപയോഗിച്ചു. അതുവഴി അപ്പോ നമ്മുടെ വാക്കുകളിൽ, നോട്ടത്തില്, നടത്തിയില് ഒക്കെ നമുക്ക് എന്തുണ്ട്? RCM പകർന്നു കൊടുക്കാൻ സാധിക്കും. ഒരു ഹോം മീറ്റിംഗിൽ ചെന്നിട്ട് ലീഡർ പറയാണ്, അതെ, ആർസിം ഉൽപ്പന്നം ഉപയോഗിച്ചാൽ നല്ല ആരോഗ്യം കിട്ടും. ഈ പറയുന്ന ആൾ നിൽക്കുന്ന ഇങ്ങനെയാ, പറയുന്ന ആൾ നിൽക്കുന്ന ഇങ്ങനെയാ. അപ്പൊ അവിടെ നിൽക്കുന്ന ആൾ പറയും, മുന്നേ ചേട്ടൻ ഇത് ഉപയോഗിക്കും, എന്നിട്ട് ചേട്ടന്റെ തണ്ടല് നിർത്താൻ നോക്കും, എന്നിട്ട് വേണം എന്നോട് ആരോഗ്യം പറയാൻ. അപ്പം നമ്മൾ മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കണമെങ്കിൽ ആദ്യം നമ്മൾ ഉപയോഗിക്കണം. ഇത് ഉപയോഗിച്ചുള്ള നന്മ നേട്ടം നമുക്ക് മനസ്സിലാവണം. അപ്പോഴാണ് ഒരാളുടെ വാക്കുകളിലൂടെ പ്രചരിപ്പിക്കാൻ പറ്റുക.
മാറ്റം നമ്മളിൽ കൊണ്ടുവരണം അല്ലെ. ഒരു ചേച്ചി പറഞ്ഞു ബീജ കാലിന്റെ മുട്ട് തേമാനത്തിന് ബീജ ഏറ്റവും നല്ലതാണ്, അറിയാലോ. ബീജ കഴിച്ചു കഴിഞ്ഞാൽ കോണാൻ ജോയിന്റ് കഴിച്ചു കഴിഞ്ഞാൽ അവിടെ പല ആൾക്കും ഒരു 3-4 മാസം കഴിച്ചു കഴിയുമ്പോൾ അവരുടെ മുട്ട് തേമാനം മറ്റു കാര്യങ്ങൾ വേദന നമുക്ക് മാറും. ഒരു ചേച്ചി പറഞ്ഞു 6 പേർക്ക് മുട്ടിന് ഓപ്പറേഷൻ നിശ്ചയിച്ച ആൾക്ക് ഞാനിത് കൊടുത്തു, 6 പേർക്കും റിസൾട്ട് കിട്ടി. അവർ പയറുമതി മാറിയാണ് നടക്കുന്നത്. പക്ഷെ 6 പേർക്ക് കൊടുത്ത എന്റെ കാലിന്റെ മുട്ട് വേദന ഇതുവരെ മാറിയിട്ടില്ല. എന്തായിരിക്കും കാരണം? ആളിത് ഉപയോഗിച്ചില്ല, 6 പേർക്ക് കൊടുത്തു, അവർക്ക് മാറി, പക്ഷെ ആള് മാറിയിട്ടില്ല. ഇതേപോലെ ആവരുത്. മാറ്റം കൊണ്ടുവരണം. മുന്നേ നമ്മളിൽ മാറ്റം, നമ്മളിൽ വേഷത്തിൽ മാറ്റം. ഇപ്പൊ മരപ്പണിക്ക് പോകുമ്പോൾ ആരെങ്കിലും ഇതുമാതിരി കൂട്ടിക്കിട്ട ആളുകളാണോ നിങ്ങളുടെ വീട്ടിൽ പണിക്ക് വരിക? ആണോ? ഇനി അങ്ങനെ ആരെങ്കിലും പണിക്ക് വന്നാൽ അയാളോട് പഠിപ്പിക്കോ? കുടുക്കിട്ടുള്ള ആളെ പഠിക്കില്ലടാ, പുറത്തൊക്കെ ഓടുക വെച്ചാൽ ഇങ്ങനെയാണ്, ഈ വേഷത്തിലാണ് ഇരിക്കുക. ആണോ? അല്ല അല്ലേ? പക്ഷെ ആ മരപ്പണിക്കാരൻ ഇവിടെ വന്നപ്പോൾ എന്തിനാണ് ഈ വേഷം മാറിയത്? ഇന്ന് സ്റ്റാരമല്ല, പക്ഷെ ഓപ്പണർ തൊട്ട് ഞാൻ കൂട്ടിട്ട് തുടങ്ങി. ഓപ്പണർ തൊട്ട് ഞാൻ ടൈറ്റ് തുടങ്ങിയതാണ്. കാരണം എന്താണ്? അതുകൊണ്ടാണ് സ്പീഡ് അച്ചീവ്മെന്റ് വന്നത്. എന്റെ വീട്ടുകാരെ മുന്നിൽ, നാട്ടുകാരെ മുന്നിൽ വീട്ടിൽ നിന്ന് തന്നെ ടൈ കെട്ടി ഇറങ്ങി. എന്റെ വീട്ടുകാരും നാട്ടുകാരും പുച്ഛിച്ചു, ദേ പോകുന്നു സാറ്. ഇന്നലെ വരെ കൂലിപ്പണി മരപ്പണി ഉള്ളി സജ്ജയായിട്ട് പോയിരുന്ന കോട്ട് സൂട്ടിട്ടുള്ള അവന്റെ നടപ്പ്, അവനെ പോലീസ് വിലക്ക് വെച്ച് കൊണ്ടുപോകും. ഒരാളുകളെ പറ്റിക്കാൻ വേണ്ടി നടക്കാൻ ഒക്കെ ഞാൻ കേട്ടു. പിന്തിരിഞ്ഞ ഇതേപോലെ നിങ്ങളുടെ നാട്ടിലും ഒരാളുകൾ ഇറങ്ങും പറയാനായിട്ട്. നിങ്ങൾ അവരെ മുന്നിലൂടെ, നിന്റെ വീട്ടിൽ പോലീസ് വരുന്നു പറഞ്ഞ വീട്ടിന്റെ മുന്നിലൂടെ വീട്ടിൽ നിന്ന് ടൈം കൊട്ടിട്ടാണ് ഇപ്പൊ ഇറങ്ങുന്നത്. അതുകൊണ്ട് നമ്മൾ മാറ്റത്തോടുള്ള ഭയത്തിനെ ഭയക്കരുത്. മാറ്റം അനിവാര്യമാണ്. മാറിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്തില് നമ്മൾ മാറിയേ മതിയാവൂ. മൊബൈൽ വന്നപ്പോ എതിർത്തു ആളുകള്. ഇന്ന് പിള്ളേരെ വഴി തെറ്റിക്കുന്നതാണ് മൊബൈൽ എന്ന് പറഞ്ഞു കാരണന്മാര്. പക്ഷെ ഇന്ന് പഠിക്കണമെങ്കിൽ 2 മൊബൈൽ വേണം. ഇന്നെന്താ വഴി തെറ്റിക്കാനാണോ പഠിക്കാനുള്ളതോ മൊബൈല്? അറിയ ട്രാക്ടർ വന്നപ്പോ എതിർത്തു. ഇവിടുത്തെ ആളുടെ ജോലി പോകുന്നു പറഞ്ഞു. ഇന്ന് ട്രാക്ടർ ഇല്ലാതെ എന്തെങ്കിലും പണി നടക്കണ്ട. കമ്പ്യൂട്ടർ വന്നപ്പോ എതിർത്തു. കമ്പ്യൂട്ടർ ഇല്ലാതെ ഏതെങ്കിലും ഓഫീസ് ഉണ്ടാ? എതിർത്തൊക്കെ വരുന്നു. ഡ്രൈവർ ഇല്ലാത്ത കാർ വരുന്നു പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ? ഡ്രൈവർ ഇല്ലാത്ത കാർ ഓടിപ്പോന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ? ഇനി വിശ്വസിക്കാണ്ടിരുന്നിട്ട് കാര്യമില്ല. കാർ ഇറങ്ങി. ഇനി ഡ്രൈവർ ഇല്ലാത്ത കാറുകളാണ് ഇന്ന് നിരത്തിലുകളില് വിദേശത്തുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. നാളെ ഇന്ത്യയിലും വരും. ഡ്രൈവർമാരെ പണി പോകാൻ പോവാണ്. ഇന്ന് ഏറ്റവും മിടുക്കനായ ഡോക്ടർമാരെ പണി പോകാൻ പോവാണ്. എന്താ കാരണം? ഇനി ഓപ്പറേഷൻ ചെയ്യുന്നത് മനുഷ്യന്മാരല്ല, എന്താണ്? യന്ത്ര മനുഷ്യന്മാരാണ് പണി ചെയ്യാൻ പോകുന്നത്. ഏറെ കാലാണ്. ആണോ? ഈ കാലഘട്ടത്തിലേക്കുള്ള മാറ്റമാണ് ലോകം മാറിക്കൊണ്ടിരിക്കുന്നത്. അതിനനുസരിച്ച് നമ്മൾ മാറിയില്ലെങ്കിൽ, മാറ്റത്തോടുള്ള ഭയത്തെ പേടിച്ച് നിൽക്കുകയാണെങ്കിൽ നമ്മൾ അന്നും ഇന്നും സാധാരണക്കാരനായിട്ട് ജീവിക്കേണ്ടി വരും. അടുത്തൊരു തലത്തിലേക്ക് നമ്മൾ മാറിയില്ലെങ്കിൽ നമ്മുടെ കുടുംബം അടുത്ത തലത്തില് മാറാതിരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? പുതിയ മാറ്റങ്ങൾക്ക് അതിനുള്ളിൽ ശ്വാസം മുട്ടി നമ്മുടെ കുടുംബം ജീവിതം വെറും ജീവിതമായിട്ട് ജീവിച്ചു തീർക്കേണ്ടി വരും. ജീവിതം സന്തോഷകരമായിട്ട് ജീവിച്ച് തീർക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ, നമ്മുടെ കുടുംബത്തിന്റെ വിജയത്തിന്റെ ഗ്രാഫ് നമ്മളായിട്ട് തുടങ്ങി വെക്കണം. തയ്യാറാണോ? മാറ്റത്തോടുള്ള ഭയം മാറണം. കാരണം RCM ഒരു ചേഞ്ചാണ്. ലോകം മൊത്തം മാറുന്നു. ഇന്ന് നോക്കൂ, ഇന്ന് ആലോചിച്ച് നോക്കൂ. മറ്റുള്ള മേഖലയിൽ RCM പറയുന്ന സമയത്ത്, ഡയറക്റ്റ് മാർക്കറ്റിംഗ് പറയുന്ന സമയത്ത് ഇന്ന് മറ്റുള്ള മേഖലയിൽ പല ആളുകളും ഇത് തെറ്റായിട്ട് ധരിച്ചിരിക്കുന്നു. ഇന്ന് മറ്റുള്ള മേഖലയിൽ SBI ബാങ്കിന്റെ തസ്തികയില് ഡയറക്റ്റ് മാർക്കറ്റിംഗ് ചെയ്യുന്ന ആൾക്ക് ലോണോ മറ്റുള്ള ആനുകൂല്യങ്ങൾ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് റിസർവ് ബാങ്ക് SBIക്ക് അംഗീകാരം കൊടുത്തിരിക്കുന്നു. കാരണം ഡയറക്റ്റ് മാർക്കറ്റിംഗ് ചെയ്യുന്ന ആളുകൾക്ക് ഇനി കറണ്ട് അക്കൗണ്ട് എടുക്കാൻ, അതായത് ബിസിനസ് അക്കൗണ്ടുകൾ എടുക്കാൻ അനുമതി കൊടുത്തിരിക്കുന്നു. നമ്മുടെ നല്ല കാലമാണ് വരാൻ പോകുന്നത്.
ഇന്ന് ഗവൺമെന്റ് പറഞ്ഞിട്ടുള്ള മേക്ക് ഇൻ ദ സ്റ്റാർട്ടപ്പ് ഇന്ത്യ എന്ന് വേണ്ട വുമൺ എംപവർമെന്റ് എന്താണോ ഇന്ന് കേന്ദ്ര ഗവൺമെന്റ് പദ്ധതി പറഞ്ഞു വെച്ചിരിക്കുന്നു, എല്ലാ പദ്ധതിയും ഇന്ന് ആർസിയിലുണ്ട്. എല്ലാ പദ്ധതിയും ആർസിയിൽ തുടങ്ങി വെക്കുമ്പോൾ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ടെന്ന് അർത്ഥം. GST പോലും. ശരിയാണോ? അതുകൊണ്ട് നമ്മളുടെ ആർസിയിലൂടെ കിട്ടുന്ന പൈസ പെട്ടയ്ക്കുന്ന സിസ്റ്റമാറ്റിക്കായി ഈ രാജ്യത്തിന് ഏറ്റവും ഗുണം ചെയ്യുന്ന നേട്ടങ്ങളാണ് നമ്മൾ ആർസിയിലൂടെ നേടാൻ പോകുന്നത്. അതുകൊണ്ട് രാജ്യത്തിന് ഗുണം, സമൂഹത്തിന് ഗുണം, നമുക്ക് ഗുണം, നമ്മുടെ ചുറ്റുപാടുള്ള എല്ലാവർക്കും ഗുണം, നേട്ടങ്ങൾ മാത്രം. ഇനി മാറാൻ തയ്യാറാവാതെ നമ്മൾ പേടിച്ച് നിൽക്കണം. അതുകൊണ്ട് മാറ്റത്തിനോടുള്ള ഭയം മാറണം, മാറ്റം കൊണ്ടുവരണം. പോക്കറ്റിൽ എത്ര പൈസ ഉണ്ടെന്ന് നോക്കിയിട്ടല്ല നമ്മൾ നിർമ്മിക്കേണ്ടത്. പോക്കറ്റിൽ ഇന്ന് എത്ര പൈസ ഉണ്ടെന്ന് നോക്കിയിട്ടല്ല നിർമ്മിക്കേണ്ടത്. നാളെ ആർസിയിലൂടെ ലക്ഷക്കണക്കിന് രൂപ എന്റെ ബാങ്ക് അക്കൗണ്ടിൽ വരും. ആ വരുന്ന സമയത്ത് എങ്ങനെയാണോ ഞാൻ നിൽക്കേണ്ടത്, എങ്ങനെയാണോ നടക്കേണ്ടത്, അതേ രീതിയിലായിരിക്കണം നമ്മുടെ നടത്തം. കണ്ടിട്ടില്ലേ? നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ ആള് സ്റ്റാർബറായിട്ടോ, അതാണ് ഇപ്പൊ ആള് സ്റ്റേജുമ ചവിട്ടും കുത്തും ഇങ്ങനെ നിൽക്കുന്നതും ഒക്കെ കൂളിംഗ് ഗ്ലാസ് അല്ലേ? ഞാൻ ഓപ്പണറായിട്ട് നിൽക്കുമ്പോഴും അന്നും കൂളിംഗ് ഗ്ലാസ് കിട്ടും. ഓപ്പണറായിട്ട് നിൽക്കുമ്പോഴും സ്റ്റേജ് ചവിട്ടി പിടിക്കും. എന്താ കാരണം? അന്ന് ഓപ്പണറായിട്ട് നിൽക്കുമ്പോഴും ഞാൻ നിന്നിരുന്നത് സ്റ്റാറും ഒക്കെ ആയിട്ടാണ്. അപ്പൊ നിങ്ങൾ ചിലപ്പോൾ ആദ്യമായിട്ട് വന്ന ആളുണ്ടാവും. ഞാൻ പറയുന്നു, മിനിമം നാളെ വരാൻ പോകുന്ന ഒരു വരുമാനം നേരത്തെ കൂട്ടി ആരാണോ കാണുന്നത് അവനാണ് ആർസിയിൽ കടൽക്കുള്ള. ഭയം പാടില്ല, പേടി പാടില്ല. പേടിത്തൊണ്ടമാർക്കുള്ളതല്ല ആർസി ബിസിനസ്. അല്ല, തീരുമാനമായിട്ട് കാര്യമാക്കില്ല. തീരുമാനം ആവണമെങ്കിൽ പിന്നെ ഉണ്ടാവുന്നില്ല. അത് വിചാരിച്ചിരുന്ന കൈയ്യടി കേൾക്കണമെങ്കിൽ എനിക്ക് അടുത്ത പോയിന്റ് പറയാൻ കൈയ്യടിച്ചു ഭാഗ്യം. ഓക്കെ, അടുത്ത പോയിന്റാണ് ഭൂതകാലത്തിലെ ജീവിതം. ഇന്നലെ വരെ പല കാര്യങ്ങൾ ചെയ്തിട്ട് നമുക്ക് ഉണ്ടാവും. ഇന്നലെ വരെ പല കാര്യങ്ങൾ ചെയ്തിട്ട് നമുക്ക് ആഗ്രഹിച്ച വരുമാനം ചിലപ്പോൾ നമുക്ക് നേടാൻ പറ്റിയിട്ടുണ്ടാവില്ല, നോ പ്രോബ്ലം. പക്ഷെ ഇവിടെ നമ്മൾ നോക്കാം, ഇവിടെ നേട്ടങ്ങൾ മാത്രമാണുള്ളൂ. അതുകൊണ്ട് ഇന്നലെ നമ്മൾ ചെയ്തു, അതിൽ പരാജയപ്പെട്ടു, അതേപോലെ തന്നെ ആയിരിക്കും ഇത് എന്ന് ചിന്തിക്കരുത്. അത് ഇത് വേറെയാണ് നഷ്ടം. ക്ലിയറായോ? അതുകൊണ്ട് അതാണിത് എന്ന് ചിന്തിക്കരുത്. TCG പറഞ്ഞിരിക്കുന്നു, ഇതിന് ബിസിനസ് എന്ന് പോലും പറയരുത്, ഇതൊരു ജീവിതമാണ്. അതുകൊണ്ട് ഗ്രോത്താണ് ജീവിതത്തില്, ഗ്രോത്ത് വളർച്ച ഉണ്ടാക്കാനുള്ള ഒരു സംവിധാനമാണ് ആർസി. വെറും ബിസിനസ് അല്ല. ബിസിനസ്സില് ദോഷങ്ങളുണ്ടാവും, നഷ്ടങ്ങളുണ്ടാവും. പക്ഷെ ആർസിയില് ഒരിക്കലും നഷ്ടങ്ങളുടെ കണക്ക് ആർക്കും പറയാൻ പറ്റില്ല. വിജയത്തിന്റെ കണക്ക് പറയാനുള്ള ആളുകളെ കാണാൻ പറ്റുള്ളൂ. നഷ്ടത്തിന്റെ കണക്ക് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ആള് ആർസിനെ മനസ്സിലാക്കാത്ത ആളായിരിക്കും. ഓക്കെ, അതുകൊണ്ട് ഭൂതകാലത്തിലെ ജീവിതം അതല്ല ജീവിച്ചു തീർക്കേണ്ടത്. ഇന്നലകൾ നമ്മുടെ കയ്യിലല്ല. ഇന്നലകൾ കഴിഞ്ഞു പോയി. ഇന്നലകൾ ഏത് പ്രഗത്ഭനാണെങ്കിലും പിടിച്ച് ഇന്നലകൾ കിട്ടാൻ പറ്റുമോ? ഒരു മിനിറ്റ് കഴിഞ്ഞാൽ വരും. ശരിയാണോ? ഇന്ന് എന്ന് പറയുമ്പോൾ ഈ നിമിഷമാണ്. ഇന്ന് രാവിലത്തെ സമയം നമ്മുടെ കയ്യിലുണ്ടോ? ഇല്ല. ഈ സമയമാണ് നമ്മുടെ കയ്യിലുള്ളൂ. അതുകൊണ്ട് ഈ സമയത്ത് എന്തെങ്കിലും ചെയ്താലേ നാളത്തെ നല്ലൊരു ജീവിതം നമുക്ക് സ്വപ്നം കാണാനുള്ളൂ. ഇന്നലെ ചെയ്തത് തന്നെ ഇന്ന് ചെയ്താൽ നാളെ അതേ റിസൾട്ട് കിട്ടുള്ളൂ. റിസൾട്ട് കിട്ടാതിരിക്കുക. പക്ഷെ ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങള് നാളത്തെ ഭാവിക്ക് വേണ്ടി ഇന്ന് ആരാണോ ചെയ്യുന്നത് അവർക്കാണ് നാളെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുന്നത്. അതുകൊണ്ട് ഇന്നലകളിലെ ജീവിതങ്ങൾ ജീവിച്ചു തീർക്കാനല്ല ഇനി നമ്മൾ ജീവിക്കേണ്ടത്. നാളുകളിൽ വരാനിരിക്കുന്ന ജീവിതത്തെ സ്വപ്നം കണ്ട് നാളെ വരാനിരിക്കുന്ന ജീവിതം എങ്ങനെ ജീവിച്ചു തീർക്കണം, ഏത് വീടാണ് എനിക്ക് വേണ്ടത്, ഏത് വാഹനമാണ് എനിക്ക് വേണ്ടത്, എത്ര പൈസ എന്റെ ബാങ്ക് അക്കൗണ്ടിൽ വരണം, ചിന്തിക്കണം. അത് ചിന്തിച്ച് പ്രവർത്തിച്ചാൽ നിങ്ങൾ എത്ര കണ്ട് ചിന്തിക്കുന്നോ അതിനനുസരിച്ച് നിങ്ങളുടെ പ്രവർത്തനം നടക്കും. അല്ലെങ്കിലോ അല്ല, നമ്മുടെ ചിന്തയ്ക്കാണോ? ചിന്തിക്കണം. ഇന്ന് ചിന്തിക്കാത്ത ഒരു ലോകത്താണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത്. ചിന്തിക്കാത്ത ലോകം.
ചിന്തിക്കുന്നവർക്ക് നേട്ടമുണ്ട്, ചിന്തിക്കാത്തവർക്ക് നേട്ടമില്ല. ആദ്യം കാൽക്കുലേറ്റർ ഉണ്ടാവുന്നില്ല, ഒരു കണക്ക് കൂട്ടണമെങ്കിൽ കാൽക്കുലേറ്റർ ഉണ്ടാകുന്നില്ല. ശരിയാണോ? 10 ഉം 1 എത്രയാ കണം? 11. നല്ലൊരു കൈയെടുത്ത് കണക്കറിയാം. 15 ഉം 2 എത്രയാ? 17 ഇല്ലേ? അങ്ങനെയായിരുന്നു മുന്നത്തെ കണക്ക്. പക്ഷെ ഇന്ന് ഒരു സൂപ്പർ മാർക്കറ്റിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് 9 രൂപ വരെ സാധനം മേടിച്ചു 10 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ആ സൂപ്പർ മാർക്കറ്റിൽ ഇരിക്കുന്ന പെൺകുട്ടി അടിച്ചു നോക്കും, 10 - 1 അല്ല 9, 1 രൂപ. ആ കാൽക്കുലേറ്റർ അടിച്ചു ഉത്തരം കിട്ടിയില്ലെങ്കിൽ ആ 1 രൂപ കിട്ടല് കഴിഞ്ഞു. ഇന്ന് നമുക്ക് ചിന്തിക്കേണ്ടി വരുന്നില്ല, കാരണം പുതിയ പുതിയ സംവിധാനങ്ങള് നമുക്ക് ചിന്തിക്കേണ്ടി വരുന്നില്ല. ആരോ കണ്ടുപിടിച്ചു, അത് നമ്മൾ പ്രാപ്തിയാകും. അതുകൊണ്ട് നമുക്ക് ചിന്താശേഷി നഷ്ടപ്പെടുന്ന സംവിധാനങ്ങളാണ് വന്നിരിക്കുന്നത്. ശരിയാണോ? പക്ഷേ ആ സംവിധാനം എങ്ങനെ ഉപയോഗിക്കണമെന്നെങ്കിലും നമ്മൾ ചിന്തിച്ചില്ലെങ്കിൽ നമ്മുടെ ജീവിതം കട്ടപ്പുകയാവാനുള്ള സാധ്യതയുണ്ട്. കട്ട പുക എന്ന് പറഞ്ഞാൽ മനസ്സിലായ നല്ല കട്ട കുത്തിയ പുക. ഈ പുകയിൽ എന്തെങ്കിലും തെളിയോ? ഒന്നും തെളിയില്ല. ഈ ചിന്തയിൽ കട്ട പുകയായിരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് RCM നമുക്കൊരു വെളിച്ചമാണ് തരുന്നത്, RCM ഒരു പ്രതീക്ഷയാണ് തരുന്നത്, RCM ഒരു അവസരമാണ് തരുന്നത്. അതിനെ കാണണം. ഇനി 3ാമത്തെ പോയിന്റ്. ഈ 3 പോയിന്റ് എങ്ങനെയാണ്? അന്ന പിന്നെ ഞാൻ പറയണ 3 പോരാ, പറയണ 4ാമത്തെ പറയണ 4. ഓക്കെ, 4ാമത്തെ പോയിന്റ്. അവനവനെ സ്വയം തിരിച്ചറിയാൻ, കുറച്ച് കാണാതിരിക്കുക. അവനവനെ സ്വയം തിരിച്ചറിയുക. എനിക്ക് കിട്ടുന്ന അല്ലെങ്കിൽ എനിക്കുള്ള കഴിവ് തിരിച്ചറിയണം, എന്റെ പോരായ്മ തിരിച്ചറിയണം. പക്ഷെ പല ആളുകളും കഴിവ് തിരിച്ചറിയാറില്ല, പോരായ്മ മാത്രമാണ് തിരിച്ചറിയാറുള്ളത്. അല്ലെ? അവനവന് വിശ്വാസമില്ല, അവനവനെ എനിക്കത് പറ്റുമെന്നുള്ള ചോദ്യം. അതിനൊരു സൂത്രമുണ്ട്, ആ സൂത്രം പ്രയോഗിക്കണം. സാധാരണ ഒരു ജോയിനിങ് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ ഒരു മാർക്കറ്റിംഗ് പുസ്തകം കൊടുക്കാറുണ്ട്. 60 രൂപ 70 രൂപ കൊടുത്തൊരു മാർക്കറ്റിംഗ് പുസ്തകം. ഇനി ഞാൻ കോമ്പറ്റീറ്റീവിൽ ഇനി ഒരു കാര്യം കൂടി, മാസ്റ്ററിൽ വിജയിക്കാനുള്ള ഒരാൾക്ക് ഒരു കാര്യം കൂടി കമ്പൽസറി ആക്കാൻ പോവാം. കൈയടിച്ച് പാസ്സാക്കാൻ പറ്റുമോ? ഒരു കാര്യം കൂടി, ഒരു 6 അടി നീളത്തിലൊരു കണ്ണാടി മേടിക്കണം. എന്നിട്ട് വേണം RCM തുടങ്ങാൻ. 6 അടി നീളത്തിലൊരു കണ്ണാടി മേടിച്ചിട്ട് ചുമരുമ്പോൾ ഫിറ്റ് ചെയ്യുക. എന്നിട്ട് അതിന്റെ മുന്നിൽ ചെന്ന് നിന്നിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. സത്യത്തിൽ ആ കണ്ണാടിയുടെ മുന്നിൽ നിന്നിട്ട് ഇപ്പൊ ചെയ്യുന്നത് എന്താ അറിയോ? മുഖക്കൂടെ എന്തെങ്കിലും കുരു അത് പിടിച്ച് അത് വലുതാക്കും, കല്യാണത്തിന് കൊണ്ടതൊന്നും. അവനവൻ എവിടെയാണോ ഒരു പോരായ്മയുള്ളത് അതിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എന്ത് പോരായ്മ ഉണ്ടായിക്കോട്ടെ, നിങ്ങള് കണ്ണാടിയുടെ മുന്നിൽ നിൽക്കുന്നത് സജീവ നീ അടിപൊളിയാണ്, സൂപ്പർ, എന്തൊക്കെ മോഹൻലാലില്ല, ആരോടെ പറയട്ടെ? വാദം അടച്ചിട്ട് പറയണം, അല്ലെങ്കിൽ വീട്ടുകാർ ഗുരുവാക്കും. അപ്പൊ നമ്മളെ തന്നെ കുറച്ച് കാണരുത്. നമ്മുടെ മുടിയുടെ സ്റ്റൈൽ എങ്ങനെ ആയിക്കോട്ടെ, ഇനി തലയിൽ മുടിയില്ലാത്ത ആളായിക്കോട്ടെ, എന്താണ് ഗ്ലേസിങ് സൂപ്പർ. നല്ലൊരു വീഡിയോ കണ്ടപ്പോ ഞാൻ പറഞ്ഞത്, അപ്പൊ ഒരു പെട്ടയായിട്ടുള്ള ഒരാളോട് ചോദിച്ചത്രേ, ഒരാൾ തനിക്ക് കർഷകരെ കൊണ്ട് തനിക്ക് വിഷമമൊന്നും തോന്നാറില്ല. ആള് എന്തിനു വിഷമിക്കണം? ആകെ ഒരു ദിവസം 2 നേരമാണ് ഈ കർഷകനെ ഞാൻ കാണുള്ളൂ, പിന്നൊക്കെ നാട്ടുകാരാണ് കാണുന്നത്. നാട്ടുകാരുടെ വിഷമിക്കും. രാവിലെ കുളിക്കുമ്പോ ആള് കണ്ണാടിയിൽ ചെറുപ്പൊന്ന് മുഖം വരിക്കും, ആള് പണിക്ക് പോകും. പിന്നെ ആള് വൈകിട്ട് കുളി കഴിഞ്ഞ് വന്നിട്ടുള്ളതാണ് കണ്ണാടിയിൽ വെക്കുന്നത്. ആകെ 2 നേരമാണ് ഞാൻ ഈ പെട്ടത്തല കാണുന്നുള്ളൂ. എന്റെ പെട്ടത്തല കാണുന്ന എന്റെ നാട്ടുകാരും വീട്ടുകാരും ബന്ധുക്കാരെല്ലാം വിഷമിക്കുന്നത്, അവർക്കൊരു വിഷമില്ല. പിന്നെന്തിന് ഞാൻ വിഷമിക്കുന്നു? സത്യത്തില് ഇങ്ങനെയാണ് നമ്മുടെ കാര്യം. നമ്മൾ വിചാരിക്കുന്നത് ഈ പെട്ടത്തല എല്ലാവരും നോക്കി നടക്കാനാണ്, അവർക്ക് അവരുടെ കാര്യം തന്നെ നോക്കാനായിരുന്നു. ശരിയാണോ? അപ്പൊ നമ്മുടെ പോരായ്മകളിലല്ല നമ്മള് ഫോക്കസ് ചെയ്യേണ്ടത്, നമുക്ക് കിട്ടുന്ന അല്ലെങ്കിൽ നമുക്കുള്ള ഉള്ള കാര്യത്തിനെ വെച്ച്, അല്ലേ? ഉള്ള കാര്യത്തിന്. ഇനി എന്താണ് ബാബാന്റണിക്ക് 6 അടി വരുന്നത് വെച്ചിട്ട് ബാബാന്റിനെ നോക്കിയിട്ട് ഞാൻ വെള്ളറക്കിട്ടല്ല വരില്ല. എനിക്കിപ്പോ ഇനി തല്ലി നീട്ടി എന്റെ ഹൈറ്റ് കൂട്ടാൻ പറ്റുമോ? എനിക്കിപ്പോ ഈ 5 അടി ഉള്ളോ? അല്ല, ഇനി എന്റെ ഹൈറ്റ് കൂടുകയാണെങ്കിൽ ഞാൻ നല്ല ഉഷാറായാണ്. ശരിയാണ്, എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇനി വിചാരിച്ചിട്ടല്ല കാര്യമില്ല, എനിക്ക് ഇത്രയ്ക്ക് തന്നെ ലഭിക്കുള്ളൂ.
ഇനി വേണമെങ്കിൽ ഷൂമത്തിന് അഡ്ജസ്റ്റ് ചെയ്ത് തരാം. ശരിയാണോ? അപ്പൊ നമ്മളിൽ ഉള്ളതില് നമ്മള് നല്ല കുറച്ച് കാണാൻ കഴിയും. ക്ലിയർ? അല്ലാതെ നമുക്ക് ഇല്ലാത്ത കാര്യങ്ങളിലല്ല, നമുക്കുള്ള കാര്യത്തില് നമുക്ക് എത്ര മികവ് കാണിക്കാം. ഉദാഹരണത്തിന് സച്ചിൻ തെണ്ടുൽക്കർ ഏത് രീതിയിലാണ് പ്രശസ്തനായ? ക്രിക്കറ്റില് സച്ചിൻ തെണ്ടുൽക്കർ പറയണേ, ഞാൻ 4 കഷ്ണം മരം വന്നിട്ട് സച്ചിൻ തെണ്ടുൽക്കർ ഒരു കട്ട്ള പൂട്ടി തരുമോ? സച്ചിൻ തെണ്ടുൽക്കർ തരുമോ? ഒരു കട്ട്ള പൂട്ടി വേറെ വിളിക്ക് തരണം. നാളെ കട്ട്ള എപ്പോഴാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സച്ചിൻ തെണ്ടുൽക്കർ കട്ട്ള പൂട്ടി തരാൻ പറ്റുമോ? വേർക്കും സച്ചിൻ തെണ്ടുൽക്കർ. പക്ഷെ എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് ഞാൻ കട്ട്ള പൂട്ടിയിട്ടുള്ളൂ. അപ്പൊ സച്ചിൻ തെണ്ടുൽക്കർ ആണോ എടുക്കാൻ, ഞാനാണോ എടുക്കാൻ? ഞാനല്ല. ആള് പറഞ്ഞു ഞാനാണ്. എന്താ ഞാനും എടുക്കാൻ? മരപ്പണിയാണ് ആ മേഖലയിലാണെന്നുണ്ടെങ്കിൽ അവിടെ എടുക്കാൻ ഞാനാ. പക്ഷെ ക്രിക്കറ്റിലാണെങ്കിൽ സച്ചിൻ തെണ്ടുൽക്കർ എടുക്കാൻ. ഇന്ന് മറ്റുള്ള മേഖലയിൽ പല ആളുകളും ചെയ്യുന്ന കണ്ടിട്ട് എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. സുഹൃത്തുക്കളെ, മോഹൻലാൽ കണ്ണന്താവൻ ചായ നല്ലതാന്ന് പറയുമ്പോൾ നിങ്ങൾ ഒന്ന് തോള് ചരിച്ചിട്ട് നമ്മൾ നിന്നിട്ട് പറയൂ, RSBന്റെ ഈ ചായ സൂപ്പറാണ്, എന്റെ വീട്ടിൽ ഉപയോഗിക്കുന്നതാണ്, അടിപൊളിയാണ്. കണ്ണന്താവൻ നല്ല ചായ നല്ലതാന്ന് പറയുമ്പോൾ മോഹൻലാലിന് പൈസ കിട്ടും. ഈ ചായ നല്ലതാന്ന് പറഞ്ഞാൽ നമുക്ക് പൈസ കിട്ടും. വല്ല ബുദ്ധിമുട്ടുണ്ടോ ഇത് ചെയ്യാൻ? വല്ല ബുദ്ധിമുട്ടുണ്ടോ? മോഹൻലാലിനെ പോലെ കഴിവില്ല എന്ന് പറഞ്ഞിരിക്കണ ഞാൻ പറയുന്നു സുഹൃത്തുക്കളെ, RCM നമുക്ക് മോഹൻലാലും മമ്മൂട്ടി ഐശ്വര്യയും എന്ന് വേണ്ട, ഇന്ന് ഈ ലോകത്ത് വിജയിച്ചു നിൽക്കുന്നവരുടെ കൂട്ടത്തില് ഏതൊരു സാധാരണക്കാരന് കയറി നിൽക്കാൻ ഒരു അവസരമാണ് RCM നമ്മുടെ മുന്നിൽ തന്നിരിക്കുന്നത്. ഈ അവസരത്തെ യൂട്ടിലൈസ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ഈ ജീവിതം, ഞാൻ പറയുന്നു, വെറുതെ ജീവിച്ച് വിജയിച്ച് നേട്ടം നേടിക്കൊണ്ട് വിജയിക്കാനുള്ള ഒരു അവസരമാണ് നമ്മുടെ മുന്നിൽ. അതുകൊണ്ട് എന്നിലെ അവനവനെ കുറച്ച് കാണാൻ. ഒരാൾ പറഞ്ഞു, നാട്ടുകാർക്ക് എന്നെ തീരെ ഇഷ്ടമില്ല. അപ്പൊ ചോദിച്ചു, നിന്റെ വീട്ടുകാർക്കോ? വീട്ടുകാർക്ക് ഭാര്യയ്ക്ക് തീരെ ഇഷ്ടമില്ല. മക്കൾക്കോ? മക്കൾക്ക് കണ്ണിന്റെ ആരോണ്ടോ? എന്താ അച്ഛൻ പറഞ്ഞ ആകെ കുത്താ. ഞാനെങ്കിലും ഇഷ്ടമുള്ള ആളുണ്ടാ, ആർക്കും ഇഷ്ടമില്ല തന്നെ. അപ്പൊ ലാസ്റ്റ് ആള് ചോദിച്ചു, ചേട്ടന് ഇഷ്ടാ? ചേട്ടനെങ്കിലും ഇഷ്ടമാണോ? മുന്ന് നമ്മൾ ഇഷ്ടപ്പെട്ടോളൂ അല്ലെ? അവനവനെ ഇഷ്ടപ്പെടില്ല. എന്നിട്ട് വേണം ഭാര്യയ്ക്ക് ഭർത്താവിനും ഇഷ്ടമുണ്ടാവാൻ, വീട്ടുകാരും ഇഷ്ടമുണ്ടാവാൻ. മുന്ന് നമ്മളെ സ്നേഹിക്കൂ, നമ്മൾ ഇഷ്ടപ്പെട്ടു തുടങ്ങൂ. നമ്മുടെ ജീവിതമാണ് നമ്മുടെ കയ്യിൽ. നമ്മുടെ ജീവിതം നമ്മൾ ജീവിച്ചു തീർക്കണം. മറ്റുള്ളവരുടെ വാക്കുകൊണ്ടോ മറ്റുള്ള ചിന്തിക്കുമ്പോ ചാടട രാമ എന്ന് പറയുമ്പോൾ ചാടിക്കളിക്കുന്ന കുഞ്ഞിരാമനായിട്ടും കുഞ്ഞിരാമത്തിയായിട്ടല്ല നമ്മൾ ജീവിക്കേണ്ടത്. കണ്ടിട്ടില്ലേ കവലിലൊക്കെ മുന്നേ സൈക്കിളിൽ ഒട്ട് വരാറില്ലേ മുന്നേ കവലകളില്? അപ്പൊ അവരെ കയ്യിൽ ഒരു പരകുണ്ടാവും, ഒരു കയറുണ്ടാവും. കുഞ്ഞിരാമ ചാടി കാണിക്കറ. അപ്പൊ കുഞ്ഞിരാമൻ ചാടി. മറ്റുള്ള ആരെങ്കിലും റിമോട്ട് കൺട്രോളുള്ള ആളായിരിക്കരുത് നമ്മൾ ജീവിക്കുന്നത്. ക്ലിയറയോ? നമ്മൾ ചാടുന്നു ചിന്തിക്കണം. തയ്യാറാണോ? ഇത് കളി നിസ്സാര കളിയില്ല. കഞ്ഞിനും കുഞ്ഞിനും വെച്ച് കളിക്കുന്ന കളിയല്ലത്. മണ്ണപ്പൻ ചുട്ട് കളിച്ചിട്ടുണ്ടാവും നമ്മള്. അത് പണ്ട്. RCMന്റെ കളി ഒന്നൊന്നര കളിയാ. നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്ത നേട്ടങ്ങള് കൊണ്ടുവരാനുള്ള കളിയാണെന്ന് അർത്ഥം. തയ്യാറാണോ? ആ കളി നിസ്സാരമായിട്ട് കളിക്കരുത്. കളിക്കണമെങ്കിൽ അങ്ങോട്ട് ഉറപ്പിച്ച് കളിക്കണം. തയ്യാറാണ്? ഓക്കെ. ഈ കയ്യടിയിൽ അത്ര തയ്യാറല്ലോ. അടുത്ത പോയിന്റാണ് അമിതമായ ചിന്ത ഒഴിവാക്കുക. ചില ആളുകൾ ഒക്കെ കേട്ടിട്ട് ഇനി ഒരു ചിന്തയാ വീട്ടിൽ നിന്ന്, ഇത് ചെയ്യണോ വേണ്ടേ ഒരു ചിന്ത, അമിതമായ ചിന്ത അല്ലെ? ഗിരിസാറ് ഇതിൽ വന്നപ്പോ, ഞാൻ ഈ ഒരു സംവിധാനത്തിൽ വന്നപ്പോ ഗിരിസാറിന് ചോദിച്ചു, സാറ് എന്റെ കൂടെ ഉണ്ടാവോ? അദ്ദേഹം പറഞ്ഞു, നിന്റെ കൂടെ നിങ്ങളുടെ ബന്ധുക്കാരും വീട്ടുകാരും കൂടെ ഞാൻ ഉണ്ടാവും, ധൈര്യമായിട്ട് മുന്നിട്ട് ഇറങ്ങി. അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ ബുദ്ധി ഇതിലെടുക്കരുത്. നിങ്ങളുടെ ബുദ്ധി ആരാണോ RCMൽ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് അവരോട് ബുദ്ധി എടുക്കണ്ട. അതായത് RCMല് ഞാനും എന്റെ ടീമും 10%. വളരെ ശ്രദ്ധിക്കണം, വളരെ പ്രധാന പോയിന്റാണ്. ഞാനും എന്റെ ടീമും കൂടി 10% നമ്മുടെ ബുദ്ധി.
90% അപ്ലൈൻ ലീഡേഴ്സും അതിന്റെ സിസ്റ്റാണ്. 90% സിസ്റ്റാണ്. 90% സിസ്റ്റാണ് നമ്മൾ വിജയിപ്പിക്കുന്നത്. സിസ്റ്റം പാലിക്കുന്ന ലീഡേഴ്സിന്റെ നിർദ്ദേശങ്ങളാണ് നമ്മൾ വിജയിപ്പിക്കുന്നത്. പല ആളുകളും ചിന്തിക്കുന്നത് എന്റെ ടീമിന്റെ അല്ല, യേശുദേവൻ ഈ വീടിന്റെ നാഥൻ, ഗുരുവായൂരപ്പൻ ഈ വീടിന്റെ നാഥൻ. ചില ലീഡർമാർ പറയണത് എന്റെ ടീമിന്റെ നാഥൻ ഞാൻ പറയുന്നത് കേട്ടാ മതി. അല്ല, ഒരു മരപ്പണിക്കാരൻ സജീവന്റെ കഴിവ് കൊണ്ടല്ല ഇന്നിവിടെ വന്നത്. ഈ സിസ്റ്റത്തിന്റെ കഴിവാണ് 90%. 10% സജീവും സജീവിന്റെ ടീമും. ക്ലിയറായോ? 10% തുച്ഛം. സിസ്റ്റമാണ് പവറ്. അതുകൊണ്ടാണ് സാധാരണക്കാർക്ക് പോലും ഇന്നൊരു ജില്ലാ കളക്ടർ മേടിക്കുന്നതിനും കൂടുതൽ വരുമാനം മേടിക്കാൻ ഒരു അവസരം ഇവിടെയുള്ളത് സജീവ് എന്ന കൂലിപ്പണിക്കാരന്റെ ബുദ്ധി എടുത്തുകൊണ്ടല്ല, ആർസിം എന്ന മഹത്തായ സിസ്റ്റത്തിന്റെ ബുദ്ധി, അറിവ് അത് ലീഡേഴ്സിലൂടെ പകർന്നു തന്നപ്പോൾ അത് ചെയ്യാൻ തയ്യാറായി. അപ്പോഴാണ് ഇത് സംഭവിച്ചത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? സിസ്റ്റം പാലിച്ചാൽ മതി. ലീഡേഴ്സ് വിജയിച്ച ലീഡേഴ്സ് എന്താണോ പറയുന്നത് അത് ചെയ്താൽ മതി. നമ്മുടെ ബുദ്ധി എടുക്കണ്ട. ഇത്ര സിമ്പിൾ അല്ലേ മാഡം? അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധിയിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു. എന്റെ ബുദ്ധിക്കാണ് ഞാൻ ഗൾഫിൽ പോയത്, എന്റെ ബുദ്ധിക്കാണ് ഞാൻ മലപ്പണി തെരഞ്ഞെടുത്തത്, എന്റെ ബുദ്ധിക്കാണ് ഞാൻ പലചരക്ക് നടത്തിയത്. അവിടെയൊന്നും നേടാത്തൊരു നേട്ടം അവിടെ 800 രൂപ കൂലി എന്റെ ബുദ്ധിക്ക് എടുത്തപ്പോ. പക്ഷെ സിസ്റ്റത്തിന്റെ ബുദ്ധി എടുത്തപ്പോൾ അവിടെ 5833 രൂപ കൂലി. ഇത് വേണം. ഏതാ വേണ്ട? ഏതെടുക്കണ്ടേ? ഏതാ വേണ്ട? ഏതെടുക്കണ്ടേ? ഏതാ വേണ്ട? ഏതെടുക്കണ്ടേ? ഏതാ വേണ്ട? ഏതെടുക്കണ്ടേ? ഏത്? ആൾക്ക് മനസ്സിലായി ആർസിഎം എടുക്കണം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, ഏത് വേണമെന്ന് നിങ്ങൾ തീരുമാനിക്കാം. അടുത്തതാണ്, ഒരു കാര്യവും നാളേക്ക് മാറ്റിവെക്കുന്ന ശീലം ഒഴിവാക്കുക. ആർസിഎമ്മിൽ വരുന്നവർക്കുള്ള ഏറ്റവും വലിയ ശീലമാണ് നാളെ അല്ലെ. ഈ മീറ്റിംഗിന് വിളിച്ചപ്പോ പല ആളുകളും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ അടുത്ത മീറ്റിംഗ് ഉണ്ട് പറയണ്ട ഇല്ലേ? അടുത്ത മീറ്റിംഗിന് വിളിച്ചാലോ അയ്യോ ഇതിന് ഞാൻ മറന്നു വെച്ചതാ. അപ്പോഴാണ് കുഞ്ഞമ്മയുടെ മോളെ ചെറുത കെട്ടിക്കുന്നു അല്ലെ. നാളെ നീളെ ലോട്ടറി കച്ചവടം ശരിയാണോ? ഇന്ന് വരെ ലോട്ടറി ഇന്ന് പറഞ്ഞിട്ടുണ്ടാ? ഇന്ത്യ കാസറ്റ് അങ്ങനെ പിടിപ്പിച്ചിരിക്കുന്നത് നാളേക്ക് അന്തണ്ടാ. ഈ ലോട്ടറി കച്ചവടക്കാരൻ മരിച്ചാലും അദ്ദേഹത്തിന്റെ മകനാണെങ്കിൽ അതേ കാസറ്റിൽ ലോട്ടറി കിട്ടാം. എന്താ കാരണം? നാളേക്ക് അന്തണ്ടാ, നാളെ അവസാനിക്കുന്നുണ്ടാ. ഇന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ലോട്ടറി എടുക്കാൻ പറ്റുള്ളൂ. നാളെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ലോട്ടറി കിട്ടും, നാളത്തെ ലോട്ടറി കിട്ടാം. ശരിയാണോ? അപ്പൊ ആർസിഎം നാളെ നീട്ടി വെച്ചാൽ നീളയായി മാറും. അതുകൊണ്ട് നീട്ടിയിരിക്കുന്ന സ്വഭാവം മാറ്റാം. ഒരു ഹോം മീറ്റിംഗ് തുടങ്ങാൻ പറഞ്ഞാൽ ഇന്ന് ഈ ആഴ്ച ഡേറ്റ് നിശ്ചയിക്കാം, തുടങ്ങാം, പ്രവർത്തിക്കാം. അപ്പൊ നാളേക്ക് മാറ്റി വെക്കുന്ന ശീലം ഒഴിവാക്കാം. വിജയിക്കുന്നുള്ള തീരുമാനം എടുത്താൽ വിജയിക്കേണ്ട കാര്യങ്ങൾ ചെയ്യാം അല്ലെ. ആർസിഎമ്മിന്റെ 100% ഉൽപ്പന്നം ഉപയോഗിച്ചാൽ വിജയിക്കാം. ഉൽപ്പന്നം ഉപയോഗിക്കാതിരുന്നാൽ ആർസിഎമ്മിലൂടെ നേടാൻ സാധിക്കില്ല. അപ്പൊ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ആൾ എന്ത് ചെയ്യണം? 100% ഉപയോഗിക്കണം. ആർസിഎമ്മിന്റെ മീറ്റിംഗിന് വന്ന് അറിവ് നേടിയാൽ നിങ്ങൾക്ക് കൂടുതൽ വിജയിക്കാം. അറിവ് കുറഞ്ഞാൽ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കില്ല. അപ്പൊ അറിവുള്ള സ്ഥലത്ത് പോണം. ഇതറിയണമെങ്കിൽ MBBS പാസ്സാവണം. വിജയിക്കാൻ വേണ്ട കാര്യങ്ങളല്ല ഇവിടെ പറഞ്ഞു തരുന്നത്. അത് പാലിച്ചാൽ പോരെ, അത് ചെയ്താൽ പോരെ. അപ്പൊ ഹോം മീറ്റിംഗ് നടത്താന്ന് പറയുന്നത് വിജയിക്കാനുള്ള മാർഗമാണോ വിജയിക്കാതിരിക്കാനുള്ള മാർഗമാണോ? വിജയിക്കാനുള്ള മാർഗം. അപ്പൊ വിജയിക്കേണ്ട ആള് ഹോം മീറ്റിംഗ് ചെയ്യാത്ത ആള് ചെയ്യണ്ടേ? ഇന്ന് നിങ്ങളെ ലീഡറോട് വിളിച്ച് ഡേറ്റ് തുടങ്ങണം. വിജയിക്കാനുള്ള ആളുകളോ എല്ലാവരും. അതുകൊണ്ട് ഹോം മീറ്റിംഗ് ചെയ്യാത്ത ആളുകൾ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭൂരിഭാഗം ആളുകൾ കൈ ഉയർത്തുന്ന എനിക്കറിയാം. അതുകൊണ്ട് നിങ്ങൾ ഇന്നൊരു ഹോം മീറ്റിംഗ് നിശ്ചയിച്ചിട്ട് വേണം പോകാനായിട്ട്. അപ്പൊ അത് നമ്മൾ ചെയ്യാം. അപ്പൊ നമ്മളില് ഒരു ഓപ്ഷൻ തന്നാൽ അല്ലെ, ഒരു ചോദ്യത്തിന് 3 ഓപ്ഷൻ തരും. നമ്മൾ ഉത്തരം ശരിയായതല്ല എടുത്തെഴുതാം. സാറേ. ഇനി അറിയാത്താണെങ്കിൽ കണക്കുകൊടുക്കും. ശരിയാണോ? അപ്പോൾ ഇവിടെ അറിയാത്ത കാര്യങ്ങളില്ല. കാരണം അറിഞ്ഞ കാര്യങ്ങൾ ലീഡേഴ്സ് പകർന്നു തരാണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് നമുക്കറിയാം. ചോദ്യം ഉത്തരവും നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. പക്ഷെ പരീക്ഷ ഹാളില് ചോദ്യം മാത്രം നമ്മൾ ശരിയല്ലേ സാറേ? പരീക്ഷ ഹാളില് ചോദ്യം മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. പക്ഷെ ഇവിടെ വിജയിക്കാനുള്ള ഉത്തരം വരെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എളുപ്പമല്ലേ വിജയിക്കാൻ? അതുകൊണ്ടല്ലേ 90% സിസ്റ്റം എന്ന് പറയുന്നത്. നമ്മൾ ആലോചിക്കുന്ന
എന്താ ചെയ്യേണ്ടത്, ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടില്ലേ? അത് ചെയ്താൽ പോലെ. സിമ്പിളായിട്ട് വിജയിക്കുന്ന ഒരു അവസരം. അതുകൊണ്ട് ഈ 6 പോയിന്റ് വളരെ പ്രധാനമാണ്. ഓക്കെ, ആർക്കൊക്കെ പറയാൻ പറ്റും? ഒന്നാമത്തെ പോയിന്റ് എന്താണ്? എല്ലാവരെയും തൃപ്തിപ്പെടുത്താനുള്ള തീരുമാനം ഒഴിവാക്കുക. കാരണം നമ്മൾ ചെയ്യുമ്പോൾ അറിയാത്തത് കൊണ്ട് നമ്മൾ കുറ്റപ്പെടുത്തും, അറിഞ്ഞിട്ടും കുറ്റപ്പെടുത്തും. അറിഞ്ഞിട്ട് കുറ്റപ്പെടുത്തുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ഇവളങ്ങനെ വിജയിച്ചു പോയി കഴിഞ്ഞാൽ നമ്മൾ അവരെ താഴെയാവില്ലേ? ഇപ്പൊ എന്റെ കയ്യിൽ സിറ്റാ, അവള് ആസിഫിൽ വിജയിച്ചു കഴിഞ്ഞാൽ അവള് ടാറ്റ ഹാരിയർ മേടിക്കും. അപ്പൊ ഞാൻ ചുരുങ്ങില്ലേ? അതുകൊണ്ട് അവളെ എങ്ങനെയെങ്കിലും പിന്തിരിപ്പിച്ച് മാറ്റി കഴിഞ്ഞാൽ അവള് ഏറ്റുകണ്ടു പോയി മേടിക്കുക. അപ്പൊ നമ്മൾ നനച്ചതായി അല്ല. ചില ആളുകൾ അങ്ങനെയാണ് നമ്മളെ കുറ്റപ്പെടുക. അത് നമ്മളെ തളർത്തും, നമ്മളെ എനർജി കളയുന്ന ആളുകൾ. അതുകൊണ്ടാണ് മുകേഷ് കോട്ടാരി പറഞ്ഞത് 2 കാര്യങ്ങളിൽ നിന്ന് നമ്മൾ വിട്ടു നിൽക്കണം ആർസിബിയിലൂടെ ജയിക്കണമെങ്കിൽ. എന്തൊക്കെയാണ്? പുരാണ കപ്പട, പഴയ രീതികൾ എങ്ങനെയാണ് വസ്ത്രധാരണം നമ്മൾ മാറ്റണം എന്നാണ് പറഞ്ഞത്. വസ്ത്രധാരണം മാറ്റണം. ഇത്ര നാള് നമ്മള് ആ വസ്ത്രധാരണമൊക്കെ മാറ്റി നമ്മളൊരു പെർഫെക്റ്റ് ആയിട്ട് വസ്ത്രം ധരിച്ച് അല്ലെ, എന്തെങ്കിലും ഒരു മാറ്റം. ആദ്യം മാറ്റം നമ്മുടെ പുറത്തല്ലേ കാണിക്കാൻ പറ്റുള്ളൂ, അല്ലെ? ഉള്ളില് നമ്മള് കാലിന്റെ മുട്ട് വേദന മാറ്റി കാണിക്കാൻ പറ്റുമോ? പറയാനല്ലേ പറ്റുള്ളൂ. പക്ഷെ കാണിക്കാൻ പറ്റുന്നതാണ് നല്ല ഡ്രസ് ഇട്ടിട്ട് ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ ഇവന് പണ്ടത്തെ വരില്ല. വന്നതിന് ശേഷം ഒരു മാറ്റം ഉണ്ടല്ല, അല്ലെ? മുന്നേ വേഷവിധാനത്തിലൂടെയാണ് മാറ്റുക. അപ്പൊ അതുകൊണ്ട് ആളുകളുടെ ശ്രദ്ധ നിങ്ങളിലേക്ക് വരണമെങ്കിൽ, ആളുകൾ നിങ്ങളെ ശ്രദ്ധിക്കണമെങ്കിൽ, നിങ്ങളുടെ വാക്കുകൾ കേൾക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം പുരാണ കപ്പട ചേഞ്ച്, വസ്ത്രം മാറണം, വസ്ത്ര രീതികൾ മാറണം. പിന്നെയാണ് പുരാണ വസ്തു. അതായത് നിങ്ങളുടെ പഴയ കൂട്ടുകാരിൽ നിന്ന് വിട്ടു നിൽക്കാൻ തയ്യാറാവണം. ആളെ മാറ്റണം എന്നല്ല പറയുന്നത്. അവിടുന്ന് ഭൂരിഭാഗം കിട്ടുക എന്തായിരിക്കും? നിന്നെ കൊണ്ടാവില്ല, നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല, അതൊന്നും നടക്കില്ല, അതല്ലേ? നീ നടക്കൂടെ, ധൈര്യമായിട്ട് ചെയ്യുന്ന പറയുന്ന എത്ര പേര് കൂട്ടുകാരന്മാര് അല്ലേ? നിങ്ങൾ പറയണം ആസിമിന്റെ ഒരു ക്ലാസ് കേട്ടു, ആസിമിന്റെ ക്ലാസ് കേട്ടിട്ട് ഞാൻ ഒരു 2 വർഷം കഴിയുമ്പോൾ ആസിമിന്റെ ഒരു കാറ് മേടിക്കും. അപ്പൊ അവര് ചോദിക്കും എന്ത് മേടിക്കുന്നത്? കാറ്. എന്ത് ചെയ്തിട്ട്? ഉപ്പുമേന്റെ വളമൊക്കെ അളന്ന് കൊടുത്ത് പരിപ്പെടുത്തിട്ട്. അപ്പൊ അവര് ആ ചിരിയില് ആസിം നിർത്തി. മതി, നമ്മളെ തളർത്താൻ അത്ര മതി. അങ്ങനെ തളരാനുള്ളതല്ല നമ്മള്. അവനോട് പറയണം, ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ പുച്ഛിച്ച് കളിയാക്കിയവരുടെ മുന്നിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് നീ ഇന്ന് എന്നെ കളിയാക്കും. നാളെ ഒരു 2 വർഷം കഴിയുമ്പോൾ ആർസിബിൽ ഞാൻ ഒരു 50,000-ന് മേലെ വരുമാനം മേടിക്കുന്ന സമയത്ത് ഒരു 10 ലക്ഷത്തിന്റെ കാറിലായിരിക്കും ഞാൻ നിന്റെ മുന്നില് ആർസിബിന്റെ പ്രൊഡക്റ്റ് കാറിൽ വെച്ച് ഡിക്ക് തുറന്നു വെച്ചിട്ട് ഞാൻ വിൽക്കുമെന്ന് പറഞ്ഞപ്പോൾ അവൻ എന്നെ കളിയാക്കി. ആ 2 വർഷത്തില് കൃത്യമായിട്ട് അച്ചീവ്മെന്റ് വന്നു. 50,000-ന് പകരം 68,000 വരുമാനം വന്നപ്പോൾ അന്ന് മേടിച്ച കാറ് കൊണ്ടിട്ടാണ് ഞാൻ വന്ന ഹോണ്ട അമേസ് ഒരു 9.5 ലക്ഷത്തുള്ള കാറിലാണ് ഇന്ന് കാറ് മേടിക്കാൻ നടക്കുന്നത്. വാശി വേണം, വാശി. അല്ലാണ്ട് ആരെയും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അവിടെ തളരേണ്ടതല്ല വാശി, അവനെ ചെയ്ത് കാണിക്കുന്നതാണ് വാശി. ഓക്കെ, അങ്ങനെയുള്ള വീര്യം ശൂരക്കാരുള്ള ആളുകളുടെ ഉണ്ടാ ഈ കൂട്ടത്തിലുണ്ടാ അവർക്കുള്ളതാണ്. അല്ലാണ്ട് ആരെങ്കിലും പറയുമ്പോൾ ഈ പട്ടാവാടിമാരി പാടി നിൽക്കുന്നതല്ല. ഓക്കെ, ശരിയാണോ? ശരിയാണോ? ഓക്കെ, അപ്പോ ഇതാണ് ഇന്നത്തെ ക്ലാസ്. അതുകൊണ്ട് നമ്മൾ എന്താണ് ആക്ഷൻ പ്ലാൻ? എന്താണ്? 100% ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക, ആളുകളെ പരിചയപ്പെടുത്തുക, അതേപോലെ തന്നെ നമുക്ക് ഹോം മീറ്റിംഗുകൾ സംഘടിപ്പിക്കുക. അല്ലെ, ഹോം മീറ്റിംഗ് സംഘടിപ്പിക്കുക എന്ന് പറയുമ്പോൾ മീറ്റിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾ 10 ആളത്തിനെ കൂട്ടൂ, ആർസിബിന്റെ ഈ നന്മ പ്രചരിപ്പിക്കൂ. അങ്ങനെ 10 വീടുകളിൽ നിങ്ങൾ പറഞ്ഞിരിക്കൂ. 10 ആള് കേൾക്കുമ്പോൾ ഒരാളെ മനസ്സിലാക്കുള്ളൂ, ഒരാളിലൂടെ വീണ്ടും 10 ആളിലേക്ക് പോകും. അങ്ങനെ ഇതൊരു കാട്ടുതീ പോലെ ആർസിബിന്റെ നന്മ ഈ പ്രദേശത്തും നമ്മുടെ പ്രദേശങ്ങളിലും ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ആളുകൾ നമ്മളായിട്ട് മാറണം. നമ്മൾ ആർസിബിന്റെ ഒരു അംബാസഡറായിട്ട് മാറണം. ഇന്ന് കൊമ്പടിയിലൊക്കെ മുന്നേ എന്നെ കാണുമ്പോൾ ഇന്ന് പണി ഉണ്ടാക്കലാണെന്ന് ചോദിക്കാം. ആദ്യം ഇന്ന് പണിക്ക് പോയില്ലേ? പക്ഷെ ഇപ്പോ അങ്ങനെയൊന്നും ചോദിക്കില്ല. ഇപ്പൊ അടുത്ത് വന്നിട്ട് ചോദിക്കും പരിപാടി എന്താ കാരണം? ഞാനും ബിജു സാറൊക്കെ ഒരു കാര്യമെങ്കിലും പെട്രോൾ പമ്പിൽ പെട്രോൾ അടിച്ച് കാറൊക്കെ അവിടെ ഇട്ടിട്ട് കോട്ടൊക്കെ ഇട്ട് നിൽക്കും അവിടെ വെറുതെ ഫോൺ ചെയ്തിട്ട്. എന്താ കാരണം? കുറെ ആളുകൾ കളിയാക്കി ആളുകൾ അവരെ മുന്നിൽ
ആറൊക്കെ ചായ കോട്ടൊക്കെ ഇട്ടിട്ട് നടത്താൻ പോയി. ഇനി ഒരു പണിയില്ലെങ്കിൽ വെറുതെ ഈ കോട്ടും കൈയൊക്കെ ഇട്ടിട്ട് കൊമ്പടി പോലെ നടത്താൻ പറ്റും. നമ്മളെ പുച്ഛിച്ച് ഇതൊന്നും ഈ പരിപ്പ് കൊമ്പടിയിൽ വേവില്ല എന്ന് പറഞ്ഞ ആളുകൾ മുന്നിൽ ഞങ്ങൾ നടക്കുന്നു. അത് നടക്കണമെങ്കിൽ എന്ത് വേണം? എന്തെങ്കിലും ചെയ്യണം, ചെയ്ത് കാണിക്കണം. ഈ ബിസിനസ് 2 മാസത്തിനുള്ളിൽ കൊമ്പടിയിൽ പോവില്ല എന്ന് പറഞ്ഞ ആളുകളാണ് കൊമ്പടിയിലെ ഷോപ്പുകാര്. ഭൂരിഭാഗം ആളുകൾ അവരെ മുന്നിൽ ഏറ്റവും കൂടുതൽ ബിസിനസ് നടക്കുന്ന ഷോപ്പ് ഇന്ന് കൊമ്പടിയിൽ ഉണ്ടെങ്കിൽ അത് ആർസിന്റെ ഷോപ്പാണ്. ഈ തലത്തേക്ക് നമ്മൾ ഉയർത്തണം, വെല്ലുവിളികളെ നേരിടണം. ആ രീതിയിൽ നിൽക്കുന്ന ആളുകൾക്കാണ് ആർസി. ഓക്കെ, ഇനി നമുക്ക് ധൈര്യം ഇല്ലെങ്കിൽ ലീഡേഴ്സിന്റെ കൂടെ നിൽക്കണം. ഇവിടെ മുല്ലപ്പൂമ്പടി ഏറ്റുകിടക്കും, കല്ലിന്റെ മുന്നും സംരംഭം. ഗിരിസാറിന്റെ കൂടെ ചേർന്ന് നിന്നപ്പോൾ ആളെ കുറച്ച് ഉദവി കിട്ടി. പിന്നെ എന്റെ കൂടെ എന്തോ അല്ലേ? കൊമ്പടി ടീമിൽ ഞാൻ പറയുന്നു തോൽക്കാൻ വേണ്ടി ജനിച്ചുള്ള ആളുകളാണ്. ബാക്കിയുള്ള ടീമിന്റെ കാര്യം എനിക്കറിയില്ല. കൊമ്പടി ജാമന്റെ ടീമില് തോൽക്കാൻ വേണ്ടി ആർസിന്റെ ഒരു മീറ്റിംഗിന് ഒരാൾ വരരുത്, വിജയിക്കേണ്ട ആളുകൾ മാത്രം വരാം. അങ്ങനെ ഒരു സ്വഭാവം എനിക്ക്. നീ കയ്യടിച്ചാലത് തീരുള്ളോ, അല്ലെങ്കിൽ പിന്നെ ആരെങ്കിലും എടുത്ത് വണ്ടിയിൽ വരണം. അപ്പൊ ഈ രീതിയിൽ നമ്മൾ ഏറ്റെടുക്കാം. ഹോം മീറ്റിംഗ് നടക്കാം, ഹോം ഷോപ്പുകൾ ചെയ്യുക, മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുക, ട്രെയിനിങ്ങുകളാണ് നമ്മളെ മാറ്റിമറിക്കുന്നത്. ട്രെയിനിങ് പങ്കെടുത്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു മയക്കുന്ന പിടിച്ച് സംസാരിക്കാനായിട്ട് എനിക്ക് സാധിച്ചത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഓരോ വേദികളിലും ഞാൻ ഓടിക്കയറുള്ളൂ സ്റ്റേജിൽ. എന്താ കാരണം അറിയോ? ഞാൻ നിൽക്കുന്നിടത്ത് നിൽക്കാറില്ല, നടന്ന് സംസാരിക്കാറുള്ളൂ. എന്താ കാരണം അറിയോ? ഈ കാലുമത്തെ വേറെ ആളുകൾ അറിയാണ്ടിരിക്കാനാ. നിന്ന് കഴിഞ്ഞാൽ ഞാൻ വിറയ്ക്കുന്നത് കാണും. അപ്പൊ അത് നടക്കുകയാണെങ്കിൽ പിന്നെ ആ വിറ കാണില്ലല്ലോ. ആളുകൾ ചോദിച്ചു എന്താ എനർജി ഉണ്ടായിട്ടല്ല, കാരണം നമുക്ക് എല്ലാവരും പേടിയുണ്ട്. പക്ഷെ പേടിച്ച് നിന്നാൽ ഈ ലോകം പോരാതെ വരും. നമ്മൾ ധൈര്യപ്പെട്ട് എന്തെങ്കിലും ചെയ്യാൻ തയ്യാറായാൽ ഒരു കൂട്ടായ്മയുണ്ട് ഇവിടെ, ലീഡേഴ്സിന്റെ ഇവിടെ ഒരു പറ്റം ആളുകൾ ഒരുമിച്ചാണ് നമ്മളിലേക്ക്. ഒറ്റയ്ക്കെന്നുള്ള പേടി ആർക്കും വേണ്ട. ഈ ഒരു കൂട്ടായ്മയിൽ വന്ന് നിങ്ങൾ വിജയിക്കാൻ തയ്യാറല്ലെങ്കിൽ നിങ്ങളെ കൈ പിടിക്കാൻ 1000 കൈകൾ നിങ്ങൾക്ക് വരും. ക്ലിയറായോ? നിങ്ങളുടെ വീട്ടുകാരോ ബന്ധുക്കാരോ കൂട്ടുകാരോ നിങ്ങളെ കുറ്റപ്പെടുത്തിക്കോട്ടെ, നിങ്ങളുടെ വീട്ടുകാർ തന്നെ നിങ്ങളെ തള്ളി പറഞ്ഞോട്ടെ, പക്ഷെ ആർസിന്റെ ലീഡേഴ്സ് നിങ്ങളെ കൈവിടില്ല. കാരണം നിങ്ങളെ വിജയിപ്പിച്ചടങ്ങും ഈ തീരുമാനം. ഓക്കെ, അപ്പൊ പ്രോഗ്രാമിൽ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാം, കമ്പനി വിസിറ്റ് ചെയ്യാനുള്ള അവസരം നമുക്ക് വരുന്നു. കമ്പനി വിസിറ്റ് ചെയ്യാൻ എന്ന് വേണ്ട ആർസിമിലുള്ള എല്ലാ ആക്ടിവിറ്റിയിലും നമ്മൾ പങ്കാളികളാവാം. ആർസിമിലൂടെ വിജയിക്കാനുള്ള വിജയ മന്ത്രങ്ങൾ ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ ആർസിമിലൂടെ ഏതറ്റം വരെ വിജയിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തീരുമാനം നമ്മളേതാവണം. നമ്മൾ ആർസിമിൽ കടന്നു വന്നു, നമ്മളൊന്ന് പ്രയത്നിക്കൂ അല്ലെ? ചെയ്യാതിരുന്നാൽ നാളെ സൂര്യൻ ഉദിക്കും, ഇന്ന് അസ്തമിക്കും. ഈ റോട്ടിലൂടെ വണ്ടി ഓടും, ചെയ്താലും സൂര്യൻ അസ്തമിക്കും, സൂര്യൻ ഉദിക്കും. ഈ റോട്ടിലൂടെ വണ്ടി ഓടും. മഴയും വെയിലും മഞ്ഞും കാലാവസ്ഥ നടന്നുകൊണ്ടിരിക്കും. പക്ഷെ നമ്മൾ ചെയ്യാതിരുന്നാൽ നമ്മുടെ ജീവിതം അതേ ഗ്രാഫിൽ പോവും. ചെയ്താൽ ആ സൂര്യൻ ഉദിക്കുന്നതോടൊപ്പം തന്നെ ഓരോ പുലരികളും സന്തോഷത്തിന്റെ പുലരികളായിട്ട്, ഓരോ നിമിഷവും വിജയത്തിന്റെ ആഹ്ലാദമായിട്ട്, ഓരോ നിമിഷവും പ്രതീക്ഷയുടെ തണലായിട്ട് നമുക്ക് വളരാൻ ആർസി നമ്മളെ സഹായിക്കും. എല്ലാവരും ഉറച്ച തീരുമാനത്തിൽ വിജയിക്കാൻ തയ്യാറാവുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും വിജയാശംസ കൊണ്ട് നിർത്തട്ടെ. ജയ ആർസിയ.